എൻ്റെ യേശു വാക്കുമാറാത്തവൻ, അന്യോന്യം സ്നേഹിക്കുവിൻ, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവിൻ, കരുണാരസരാശയെ കർത്താവെ കരളലിയണം പ്രഭു, അനുദിനം എന്നെ പുലർത്തുന്ന ദൈവം, ആശ്രിത വത്സല കർത്താവെ അനുഗ്രഹം ചൊരിയണമേ, കണ്ണുനീരിൽ കൈവിടാത്ത കർത്താവുണ്ട്, പിന്നെ മനമേ തളരാതെ, ഇങ്ങനെ പാട്ടുകൾ ഉണ്ട്. ചിലപ്പോൾ എല്ലാത്തിൻ്റെ പേര് പറഞ്ഞ പാട്ടുണ്ടല്ലോ, എൻ്റെ യേശു വാക്കുമാറാത്തവൻ. ആ പാട്ട് എഴുതാനുള്ള ഒരു പശ്ചാത്തലം എന്താണ്? ആ പാട്ട് എഴുതാനുള്ള പശ്ചാത്തലം പറയാം. 1990 ആ കാലഘട്ടത്തിൽ, 90-92 ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ വായിച്ച ഒരു മാഗസിന്, അതിനകത്ത് ഞാൻ വായിച്ചത് ഈ ഒലിവുമലയുടെ മുകളിൽ ഇസ്രായേൽ ഒരു ഹോട്ടൽ പണിയാനായിട്ട് ആഗ്രഹിച്ചു. ഒരു ചിന്ത അവർക്കുണ്ടായി. ആ ഹോട്ടലിന് ഒരു പേരൊക്കെ തീരുമാനിച്ചു. കിങ് ഡേവിഡ് എന്നുള്ള പേരാണ്. അപ്പോൾ നമുക്കറിയാം ഇസ്രായേൽ ഭയങ്കര ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ജനങ്ങളിങ്ങനെ ഒഴുകുന്ന ഒരു സ്ഥലമാണല്ലോ. ചിലപ്പോൾ പ്രശ്നങ്ങളുള്ളപ്പോൾ അധികം പേര് കാണത്തില്ല സാധാരണ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ഹോട്ടൽ പണിതാൽ തീർച്ചയായിട്ടും അത് ടൂറിസ്റ്റ് കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് ഹോട്ടലിൽ ഭയങ്കര ബുക്കിങ്ങും സൗകര്യങ്ങളും കിട്ടും, വലിയൊരു ഇൻകം അവർക്ക് കിട്ടുമെന്നുള്ള ധാരണയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മണ്ണ് പരിശോധന നടക്കുമല്ലോ. അവിടെ ഇത് പണിയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് ജിയോളജിസ്റ്റിനെ കൊണ്ടുവന്നിട്ട് അത് സംബന്ധമായ അറിവുള്ളവരെ കൊണ്ടുവന്ന് പരിശോധിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് യാതൊരു കാരണവശാലും ഇവിടെ പണിയരുത്. ഈ ഒലിവുമലയുടെ മുകളിലൊന്നും ഒരു പ്രശ്നവും നമ്മളിപ്പോൾ കാണുന്നില്ല, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഒരു വിള്ളൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പണിയരുതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് സക്കറിയ പ്രവചനം 12-ാം അധ്യായം 4-ാം വാക്യം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അന്നാളിൽ അവൻ്റെ കാല് ഒലിവുമലയിൽ നിൽക്കും, അപ്പോൾ ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായിട്ട് രണ്ടായിട്ട് വിഭജിച്ചു പോകും. ആ ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ ആ വായന ഇപ്പോൾ ഇങ്ങനെ മനസ്സിലൊരു ഒരു വലിയ സന്തോഷവും ഉത്സാഹമൊക്കെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ എൻ്റെ മനസ്സിൽ രൂപപ്പെടുകയാണ്, ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, കർത്താവിനെ സ്വീകരിപ്പാൻ ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു. എൻ്റെ പിന്നിലൊരു ചോദ്യമുണ്ട്, അതവിടെ എഴുതിയിട്ടില്ല, നീ ഒരുങ്ങിയോ എന്നൊരു ചോദ്യം അതിനകത്തുണ്ട്. പക്ഷേ ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, പ്രാണപ്രിയൻ പാദമേൽക്കുവാൻ കണ്ണുനീര് തോരും, നാളെടുത്ത് സ്തോത്രം, എൻ്റെ യേശു വാക്കുമാറാത്തവൻ എന്ന ആ വരികളാണ് ഞാൻ ആദ്യം എഴുതുന്നത്. പിന്നീട് അതിൻ്റെ ക്രമേണ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോയപ്പോൾ കർത്താവ് ബാക്കി വരികളൊക്കെ തന്ന് അത് എൻ്റെ യേശു വാക്കുമാറാത്തവനൊരു തുടക്കം ഒക്കെ അതിനെ ഒരു പല്ലവിയൊക്കെ ആക്കി അതൊരു പാട്ടിൻ്റെ രൂപത്തിലേക്ക് വന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാൻ ഇന്ന് ചെങ്ങന്നൂരിനടുത്ത് കല്ലിശ്ശേരി എന്നൊരു സ്ഥലത്താണ്. ഇവിടെ ബഹുമാനപ്പെട്ട അനിയൻ വർഗീസ് സാറിനെ കാണാനായിട്ട് വന്നതാണ്. അനിയൻ വർഗീസ് സാറ് ലോകമറിയപ്പെടുന്ന ഒരു സുവിശേഷകനാണ്. അതുപോലെ നിരവധി ഗാനങ്ങൾ സാറ് രചിച്ചിട്ടുണ്ട്. നമ്മൾ ക്രൈസ്തവ സമൂഹത്തിൽ പാടുന്ന ഒരുപാട് പാട്ടുകൾ, പ്രത്യേകിച്ച് മാരാമൺ കൺവെൻഷനിലൊക്കെ പാടുന്ന പല പാട്ടുകളും ഈ അനിയൻ വർഗീസ് സാർ എഴുതിയിട്ടുള്ള പാട്ടുകളാണ്. ഇന്ന് നമുക്ക് സാറിൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് കേൾക്കാം. അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. സാറേ, ഗോസ്പൽ TV UP എന്ന ഈ യൂട്യൂബ് ചാനലിന് വേണ്ടി ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. സാറിൻ്റെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിക്കുന്നോർത്ത് നന്ദി അറിയിക്കുന്നു. സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? സാറിൻ്റെ പേര്, ഇപ്പോഴെവിടെ താമസിക്കുന്നു, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, മക്കളൊക്കെ എവിടെയാണ്, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. എൻ്റെ പേര് അനിയൻ വർഗീസ് എന്നാണ്. ഞാൻ താമസിക്കുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ചെങ്ങന്നൂരിനടുത്ത് ഒരു ഗ്രാമപ്രദേശത്താണ്. ആ സ്ഥലത്തിൻ്റെ പേര് പ്രയാർ എന്നാണ്. അവിടെയാണ് ഞാൻ ജനിച്ച് വളർന്നത്. ഞാൻ വിവാഹിതനാണ്. എൻ്റെ ഭാര്യയുടെ പേര് ജെസ്സി എന്നാണ്. പത്തനംതിട്ട പൂങ്കാവ് എന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. 47 വർഷങ്ങൾ ഇപ്പോൾ തികഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. കർത്താവ് ഞങ്ങൾക്ക് 3 പെൺമക്കളെ അവകാശമായി തന്നു. അവർ 3 പേരും കൃപയാൽ വിവാഹിതരായി. മൂത്ത 2 മക്കളും അവർ US-ലാണുള്ളത്. മൂത്ത മകൾക്ക് 2 ആൺമക്കളും രണ്ടാമത്തെ മകൾക്ക് 2 പെൺമക്കളും ഞങ്ങൾക്ക് കൊച്ചുമക്കളായിട്ടുണ്ട്. ഇളയ മകൾ കാനഡയിൽ ടൊറൻഡോ എന്ന സ്ഥലത്ത്
പഠനത്തിനായി പോവുകയും പഠനം പൂർത്തീകരിച്ച ശേഷം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ജോലി ലഭിക്കുകയും ചെയ്തു. ആ മകളും വിവാഹിതയാണ്. വിവാഹിതയായിട്ട് 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഇതാണ് ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം. ഇപ്പോൾ ഞങ്ങൾ 2 പേരും മാത്രമേ ഇവിടെ ഈ പ്രയാർ എന്ന സ്ഥലത്ത് ജീവിക്കുന്നുള്ളൂ. ഏത് ക്രിസ്തീയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്? ഞാൻ ബ്രദറൻ സഭയുമായിട്ട് അനുഗ്രഹീതമായുള്ള ബന്ധത്തിലാണ്. ഓക്കെ സാർ, ജനിച്ച് വളർത്തപ്പെട്ടത് ഏത് ക്രിസ്തീയ പശ്ചാത്തലത്തിലാണ്? ഞാൻ ജനിച്ചത് ബ്രദറിലാണ്. എൻ്റെ പിതാവിൻ്റെ പിതാവാണ് ആദ്യമായിട്ട് ഈ ബ്രദറൻ വിശ്വാസ സമൂഹത്തിലേക്ക് വരുന്നത്. അപ്പോൾ ബ്രദറൻ സഭകളുടെ ഈ കേരളത്തിലേക്ക് ആരംഭ കാലഘട്ടങ്ങളിലുള്ള ഒരാളാണ് അല്ലേ? എൻ്റെ ഗ്രാൻഡ് ഫാദറൊക്കെ ഏതാണ്ട് ആരംഭഘട്ടത്തിലുള്ള ആളാണ്. എൻ്റെ ഫാദർ തന്നെ KV സൈമൺ സാറിനെയൊക്കെ കണ്ടിട്ടുള്ളതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ബ്രദറൻ വിശ്വാസത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. അതെ. സാറ് സഹോദരങ്ങളൊക്കെ എത്ര പേരാ? എനിക്കൊരു മൂത്ത സഹോദരൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ വീടിനോട് തൊട്ടടുത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ 2 വർഷം മുമ്പ് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മക്കളുണ്ട് ഇവിടെ, അവരുടെ കൂടെയാണ് താമസം. ഓക്കെ, സാറിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ ഒന്ന് പറയാമോ? എവിടെയാണ് വിദ്യാഭ്യാസമൊക്കെ ചെയ്തത്? ഞാൻ വളരെയധികം വിദ്യാഭ്യാസം നേടിയ ഒരാൾ അല്ല. ഇവിടെ തൊട്ടടുത്ത് തിരുവൻവണ്ടൂർ എന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ. അവിടെയായിരുന്നു ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചത്. 8, 9, 10 ഞാൻ പഠിച്ചത് കല്ലിശ്ശേരിയിലുള്ള ഒരു ഹൈസ്കൂളുണ്ട്. അവിടെ കല്ലിശ്ശേരിയിലാണ് പഠിച്ചത്. ഡിഗ്രി +2 +1 +2 അന്നത്തെ കാലത്ത് പ്രീ ഡിഗ്രിയാണ്. അത് പഠിച്ചത് മല്ലപ്പള്ളിയിലുള്ള തുരുത്തിക്കാട് BIM കോളേജിലാണ്. അത്രയും വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നീട് സാറ് ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം പിന്നീട് എന്തു ജോലിയാണ് ചെയ്തത്? വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ പല ജോലികളും ചെയ്തിട്ടുണ്ട്. ലോക്കലിലൊക്കെ ചില ജോലികൾ ചെയ്തിട്ടുണ്ട്. ചെങ്ങന്നൂർ തന്നെ അവരൊരു കടയാണ്. പക്ഷെ അവർക്ക് ഒരുപാട് ഏജൻസികളുള്ളതാണ്. കാഡ്ബറീസ് ലിമിറ്റഡ്, കോൾഗേറ്റ് ലിമിറ്റഡ്, കാഡ്ബറി ഇന്ത്യ ലിമിറ്റഡ്, കോൾഗേറ്റ് പാമലീവ്, അതിൻ്റെയൊക്കെ ഏജൻസി ഉണ്ട്. അവരുടെ ആ സ്ഥാപനത്തിൽ ഞാൻ കുറേ നാൾ സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 10 വർഷത്തിലധികം 10-12 വർഷം ഞാനതിൽ സെയിൽസ്മാനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീട് വിദേശത്ത് സാർ ജോലി ചെയ്തല്ലോ. അതെ. അപ്പോൾ അത് ഏത് കാലഘട്ടങ്ങളിലാണ്? വിവാഹത്തിന് മുമ്പാണോ വിവാഹത്തിന് ശേഷമാണോ? വിവാഹത്തിന് ശേഷമാണ്. വിവാഹത്തിന് ശേഷം മസ്കറ്റിലേക്ക് പോകാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഒരു വഴി തുറക്കുകയും ഞാൻ മസ്കറ്റിലേക്ക് പോവുകയും അവിടെ ഏതാണ്ട് 10 വർഷക്കാലം 2 കമ്പനികളിലായിട്ട് ജോലി ചെയ്തു. കൊണ്ടുപോയ കമ്പനിയിൽ 2 വർഷമേ ജോലി ചെയ്തുള്ളൂ. അത് തുടരുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ടായപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി മറ്റൊരു കമ്പനിയിൽ കയറുകയും അവിടെ ഒരു 8 വർഷം കൂടെ ജോലി ചെയ്യുകയും ചെയ്തു. അപ്പോൾ പിന്നീട് ഈ കമ്പനി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുവിശേഷകനായി തീരണം എന്നുള്ളൊരു താല്പര്യം വരാനായിട്ടുള്ളൊരു കാരണം എന്താ? അത് വളരെ സന്തോഷമുണ്ട് അതിനെക്കുറിച്ച് പറയാനായിട്ട് ഇടയാകുന്നത്. ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എനിക്ക് വളരെ സ്വാതന്ത്ര്യമുണ്ട്. അത്യാവശ്യത്തിന് പുറത്ത് പോകുകയോ വരികയോ ഒക്കെ ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. വാഹനമുണ്ട്, എനിക്ക് കമ്പനി തന്ന വാഹനമുണ്ട്. അപ്പം നമ്മൾ അവിടെ സുവിശേഷകന്മാരൊക്കെ അവിടെ വിസിറ്റിങ്ങിന് വരുമല്ലോ. അപ്പോൾ അവർ വരുമ്പോൾ അവരെ എയർപോർട്ടിൽ പോയി കൊണ്ടുവരാനും തിരിച്ചവരെ കൊണ്ടുവിടാനും അവിടെ വന്നാൽ അവിടെയൊക്കെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് അവരെ കൊണ്ടു നടക്കാനും ഒക്കെയുള്ള ഒരു ഉത്തരവാദിത്വ സഭ എന്നെ ഏൽപ്പിച്ചിരുന്നു. ഞാനത് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ ദൈവദാസന്മാർ അനേകർ വരും, അവരെ കൊണ്ടുവരും, അവരുമായിട്ട് ഇടപെടും. അനേകരെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മരിച്ചുപോയ ഡോക്ടർ നമ്പൂതിരിപ്പാട് ഈ തിരുവല്ല ആശുപത്രിയുടെയൊക്കെ ഡയറക്ടറായിട്ടൊക്കെ ഇരുന്ന ന്യൂറോളജിസ്റ്റായിട്ടുള്ള അദ്ദേഹത്തോടൊക്കെ അടുത്തിടപെടാൻ ഒക്കെ ഇടയായിട്ടുണ്ട്. ഇത്രയും വലിയ വിദ്യാഭ്യാസം, വലിയൊരു ഡോക്ടർ, അദ്ദേഹമൊക്കെ കർത്താവിൻ്റെ വേല ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കും അങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്യണമെന്നൊരു ആഗ്രഹം, ഉള്ളിലൊരു ഉൾവിളി പോലെ ഉണ്ടായി. അപ്പോൾ അത് പക്ഷേ നമ്മൾ അങ്ങനെ ഒരു താല്പര്യം ഹൃദയത്തിലുണ്ടായെന്നും പറഞ്ഞ് നമ്മൾ അതിനു വേണ്ടി അങ്ങ് വേർപെടാൻ പാടില്ലല്ലോ, അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കരുതല്ലോ. അതുകൊണ്ട് ഞാൻ ചെയ്തത് ആഴ്ചയിൽ 1 ദിവസം ഞാൻ വേർതിരിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അത് ഏകദേശം 1 വർഷത്തോളം മുന്നോട്ട് പോയി. അപ്പം ആ സമയത്താണ്, അതായത് ഞാനിങ്ങനെ അവിടെ ജോലിയിൽ എനിക്കൊരു പ്രൊമോഷനൊക്കെ കിട്ടി, ആ സ്ഥാപനത്തിൻ്റെ ഞാൻ ഉന്നത സ്ഥാനത്തെത്തി, ഫാമിലി സ്റ്റാറ്റസ് തന്നു, ഫാമിലിയെ കൊണ്ടുവന്നു, കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർത്തു. അവിടെ തന്നെ മസ്കറ്റിലാണിത്.
ആ സമയത്താണ് ഇങ്ങനെ ഈ കോള് എൻ്റെ ഹൃദയത്തിൽ വരുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ചിന്ത വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ജോലി ഉപേക്ഷിക്കുന്നതും പ്രയാസമാണ്. ഞാൻ നല്ലൊരു പൊസിഷനിൽ എത്തിയതേ ഉള്ളൂ ഭൗതികമായ ജോലിയിൽ ആ നിലയിൽ നോക്കിയാൽ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് എനിക്കൊരു കൺഫർമേഷൻ വേണം, ഇല്ലാതെ ഇറങ്ങരുത്, അത് ശരിയുമാണല്ലോ. അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നു. വൈഫിനോട് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം കർത്താവ് എന്നോട് ശക്തമായി സംസാരിച്ചു, നിന്നെ ഞാൻ വേലക്കായിട്ട് വിളിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെ കർത്താവ് എന്നെ ശക്തമായി വിളിക്കുന്നു. ഞാൻ വൈഫിനോട് പറയുന്നു. വൈഫ് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമായി. അവരെ ഞാൻ കുഞ്ഞുങ്ങളുടെ TC വാങ്ങി അവരെ നാട്ടിൽ വിട്ടു, റിസൈനേഷൻ കൊടുത്തു. പക്ഷെ പിന്നീട് അവരൊരു 1.5 വർഷത്തിലധികം കമ്പനി, നമ്മുടെ ഗൾഫ് രാജ്യങ്ങളൊക്കെ പാസ്പോർട്ട് അവരുടെ കയ്യിലാണല്ലോ, അത് തരാതെ നമുക്ക് പോരാൻ പറ്റത്തില്ല. അവരെന്നെ എങ്ങനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഞാൻ ചെന്ന ശേഷം വളരെയധികം പുരോഗമിച്ച ഒരു കമ്പനിയാണ്. അപ്പം ഞാൻ പോകുമ്പോൾ ആ കമ്പനിക്ക് ക്ഷീണം വരാം എന്നുള്ളത് കൊണ്ടാണ് അവർ എന്നെ വിടാനായിട്ട് മടി കാണിച്ചത്. പക്ഷേ അതിലൊരു 1.5 വർഷത്തോളം കഴിഞ്ഞപ്പോൾ അവർ നിവൃത്തിയില്ലാതെ പാസ്പോർട്ട് തന്നു. അങ്ങനെ 94 മെയ് 4-ാം തീയതി ഞാൻ ഇന്ത്യയിൽ അങ്ങനെ എത്തി, കേരളത്തിലെത്തി. അപ്പം അങ്ങനെ വിദേശ ജോലി രാജിവെച്ചു, സുവിശേഷ വേല ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഇന്ത്യയിലേക്ക് വന്നു. ഇത് എത്രാമത്തെ വയസ്സിലാണ് സാർ? 40-ാമത്തെ വയസ്സിലാണ് ശരിക്കും തീരുമാനം ഞാൻ എടുക്കുന്നത്. അതെ, 40-ാമത്തെ വയസ്സിലാണ്. പിന്നീട് ഈ 2 വർഷം, ഏകദേശം 2 വർഷത്തോളം, 1.5 വർഷത്തോളം ആണല്ലോ ഞാൻ പിന്നെ അവിടെ നിൽക്കേണ്ടി വന്നത്. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, കർത്താവേ എന്ത് വേലയാണ് ചെയ്യേണ്ടത്? എനിക്ക് ശരിക്കും വേല ചെയ്തൊരു പരിചയമില്ല, ബൈബിൾ കോളേജ് പഠിച്ചിട്ടില്ല, വചന പരിചയമില്ല, പ്രസംഗിച്ച് പരിചയമില്ല. അവിടെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സഭയിൽ ചെയ്യും, അല്ലാതെ ചില ക്യാമ്പുകളിലൊക്കെ പോയി എനിക്കറിയാവുന്ന പോലൊക്കെ വചനം പഠിപ്പിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അതൊന്നും ആഴമായിട്ടൊന്നുമല്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ എന്താ ചെയ്യേണ്ടത് എന്ന് ഞാൻ കർത്താവിനോട് ഇങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതൊന്ന്. 2 കാര്യം ഞാൻ കർത്താവിനോട് പ്രധാനമായിട്ട് ചോദിച്ചു. ഒന്നിതാ, എന്താ ചെയ്യേണ്ടത്? 2, ഞാൻ ഒരു നല്ല പൊസിഷനിൽ ലോകപരമായി എത്തി. അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല, കർത്താവിൻ്റെ വിലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലോകത്തിലെ ഏത് ജോലിയും ഒന്നുമല്ല, അതെനിക്കറിയാം. എങ്കിലും ലോകപരമായി ഒരു നല്ല ജോലിയിൽ എത്തിയതേ ഉള്ളൂ. കാര്യങ്ങളൊന്നും ഞാൻ നേടിയിട്ടില്ല. എനിക്ക് ആ സമയത്ത് 2 പെൺകുഞ്ഞുങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഈ വേലയൊക്കെ വിട്ടു പോയാൽ എങ്ങനെയായിരിക്കും എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ കർത്താവിനോട് ചോദിച്ചു. എൻ്റെ അപ്പനാണല്ലോ, എനിക്ക് ചോദിച്ചു കർത്താവ് എങ്ങനെയാണ്. അപ്പോൾ എന്നോട് കർത്താവ് സംസാരിച്ച 2 കാര്യങ്ങളുണ്ട്. ഈ 2-നും ഉത്തരം പറഞ്ഞതുണ്ട്. ഒന്ന്, പിന്നെ നീ കേരളത്തിലേക്ക് പോവുക, അവിടെ ചെന്നിട്ട് നമ്മുടെ സ്ഥലം സഭയോ, നമ്മുടെ എന്ന് വെച്ചാൽ വേർപെട്ട സ്ഥലം സഭയോ പ്രവർത്തനമോ ഒരു വിശ്വാസിയോ പോലും ഇല്ലാത്ത ഒരു സ്ഥലം തെരഞ്ഞെടുത്ത് അവിടെ പോയി അറിയാവുന്ന പോലെ വീടുകൾ കയറി ഇറങ്ങി സുവിശേഷം പറയാൻ പറഞ്ഞു. അതാണ് ഒന്ന്. 2-ാമത്തെ കാര്യം എന്നോട്, അത് കുറെ കൂടെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഞാൻ ഈ വേലയൊക്കെ വിട്ടുപോയാൽ എൻ്റെ കാര്യം എങ്ങനെയാണെന്ന് കർത്താവിനോട് ഞാൻ ചോദിച്ചു. കർത്താവിനോട് പറഞ്ഞു, ഈ ലോകത്തിലെ യജമാനനെ സേവിച്ചാൽ, നിന്നെ ഇത്രയും നന്നായി നടത്തുമെങ്കിൽ, എന്നെ സ്നേഹിച്ചാൽ, എന്നെ സേവിച്ചാൽ ഞാൻ നിന്നെ നടത്തുകയില്ലെന്ന് നീ ചിന്തിക്കുന്നു, നീ സംശയിക്കുന്നു. ഞാൻ സാഷ്ടാംഗം വീണവിടെ, കർത്താവെ ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ ക്ഷമ ചോദിച്ച് പിന്നെ മുന്നോട്ട് തീരുമാനം എടുത്ത് പോവുകയാണ് ചെയ്തത്. അങ്ങനെ കേരളത്തിൽ വന്നു. പിന്നീട് എന്താണ് സുവിശേഷ വേല ആരംഭിച്ചു. അത് എവിടെയാണ് ആരംഭിച്ചത്? ബൈബിൾ സ്കൂളിലൊന്നും പഠിക്കാൻ പോയിട്ടില്ല. അപ്പൊ നേരിട്ട് വന്ന് സുവിശേഷ വേല ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ മെയ് 4-ാം തീയതി ആണല്ലോ വന്നത്. 94 മെയ് 4-നാണ് ഞാൻ കേരളത്തിൽ വരുന്നത്, വീട്ടിൽ വരുന്നത്. അതിനുശേഷം ഞാൻ ഈ ഓരോ സ്ഥലങ്ങളിൽ പോയി നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമ്മുടെ സ്ഥലം സമയം പ്രവർത്തനവും കാര്യമായിട്ട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയി നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി ഞാൻ. അമ്പലപ്പുഴ, തകഴി, കാവാലം, കൈനഗരി തുടങ്ങിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി എനിക്ക് എടത്വ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് പ്രാർത്ഥിച്ചു. അവിടെ പ്രാർത്ഥിച്ചപ്പോൾ ഉള്ളിലൊരു പ്രകാശം കിട്ടി. അപ്പോൾ ഇവിടെ പ്രവർത്തിക്കാം. അപ്പോൾ ദൈവാത്മാവ് പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. അതായത് തനിച്ചല്ല പ്രവർത്തനത്തിന് പോകേണ്ട, ഒരു കൂട്ടു സഹോദരനെ കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആത്മീയ താല്പര്യമുള്ള, എനിക്ക് വിശ്വാസമുള്ള, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനെ ഞാൻ പോയി ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തു. അദ്ദേഹത്തിന് ചില ദിവസം പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിനെ വെളിച്ചം കിട്ടി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ആ എടത്വ എന്ന് പറയുന്ന സ്ഥലത്ത് 94 മെയ് 8-ാം തീയതി, അതായത് ഒരു മാസം 4 ദിവസവും കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങി, എടത്വായി ചെന്ന് ബസ് ഇറങ്ങി, കണ്ട വീടുകളിലൊക്കെ ഇങ്ങനെ കയറി അത് അങ്ങനെ ആ പ്രവർത്തനം മുന്നോട്ട് പോയി. അതായത് ഒരു വിശ്വാസികൾ പോലും ഇല്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുത്തു. ഒരു വിശ്വാസികൾ പോലും ഇല്ലാന്ന് പറയുമ്പം ഞാൻ കൂടി നടക്കുന്ന സഭയുമായി ബന്ധപ്പെട്ട വിശ്വാസികളില്ല. വിശ്വാസികളുണ്ട്, ഇവിടെ ഭർത്താവുണ്ട്, പെന്തക്കോസ്ത് സഹോദരങ്ങളുണ്ട്, വിശ്വാസികൾ ആ നിലയിലുണ്ട്. പക്ഷെ ബ്രദർ വിശ്വാസികളായിട്ട് കൂട്ടായ്മയില്ല, വിശ്വാസികളില്ല. ആദ്യകാലങ്ങളിൽ ഈ സുവിശേഷ വേലയിലുണ്ടായ
അനുഭവങ്ങൾ, അതായത് തിക്ത അനുഭവങ്ങൾ, അതുപോലെ നല്ല അനുഭവങ്ങൾ, അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? അങ്ങനെ തിക്താനുഭവങ്ങൾ എന്ന് പറയാനൊന്നുമില്ല. കാരണം ഈ നമ്മൾ വീടുകൾ സന്ദർശിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ അതായത് ഞെരുക്കമുണ്ടായിട്ടില്ല. വേലയോടുള്ള ബന്ധത്തിൽ ഒരു ഞെരുങ്ങിയ ഒരു അവസരമില്ല. പക്ഷേ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ അത് വേറൊരു കാര്യമാണത്. എൻ്റെ ഒരു സ്വഭാവം അത് ചെറുപ്പം മുതലേ ഇപ്പം എൻ്റെ പോക്കറ്റിൽ എൻ്റെ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ടെന്ന് വിചാരിക്കുക, ഞാൻ വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു നീഡിയായിട്ട് ഒരാളിനെ കാണുന്നു, ഞാൻ ആ പൈസ അങ്ങ് കൊടുക്കും, അവർക്ക് കൊടുക്കും പെട്രോൾ. എന്നിട്ട് ഞാൻ ഒരിക്കൽ 8 കിലോമീറ്റർ ഞാൻ വണ്ടി തള്ളിക്കൊണ്ട് വരേണ്ടി വന്നിട്ടുണ്ട്, മോട്ടോർ സൈക്കിള്. ഞാൻ അന്നേരം എൻ്റെ ഉണ്ടായിരുന്ന പൈസ ഒരു ആവശ്യം പറഞ്ഞു, അതെനിക്ക് ശരിയാന്ന് തോന്നി, പോക്കറ്റിൽ നിന്ന് ഉണ്ടായിരുന്ന പൈസ എടുത്ത് ഞാനും കൊടുത്തു. പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല. പക്ഷേ എൻ്റെ വീടിൻ്റെ അന്ന് 8 കിലോമീറ്റർ ദൂരം വന്നപ്പോൾ പെട്രോൾ തീർന്നു. ഞാൻ 8 കിലോമീറ്റർ ബൈക്ക് തള്ളിക്കൊണ്ട് വന്നു. അങ്ങനെ ഒരു സ്വഭാവം പണ്ട് പോലെ ഉണ്ട് എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ ഞെരുക്കമെന്ന് പറഞ്ഞ് വലിയൊരു ഞെരുക്കങ്ങൾ സുവിശേഷ വിലയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഒരു വിശ്വാസികൾ പോലും ഇല്ലാതിരുന്ന, അതായത് ബ്രദറൻ വിശ്വാസികൾ പോലും ഇല്ലായിരുന്ന ഒരു സ്ഥലത്ത് എടത്തുവയിൽ സാറ് സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു, ആളുകൾ വരാനായിട്ട് തുടങ്ങി. പിന്നെ എങ്ങനെയാണ് ആ ചർച്ച എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്? എങ്ങനെയാണ് പറയാം. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഏകദേശം 2 വർഷത്തോളം ഈ പ്രവർത്തനം അവിടെ തുടരുക. പലരും രക്ഷിക്കപ്പെടുന്നുണ്ട്. വീടുകളിലൊക്കെ ചെന്ന് അവരോട് സംസാരിക്കുമ്പോൾ പ്രയാസമുള്ളവരും ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവിടെ ചെന്ന് പ്രാർത്ഥിക്കാനൊക്കെ താല്പര്യം അവർ പ്രകടിപ്പിക്കും, പ്രാർത്ഥിക്കും. സുവിശേഷം പറയുമ്പോൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ പലരും തയ്യാറായെങ്കിലും വേർപെട്ട് വരാനായിട്ട് മടിയായിട്ട് നിന്നു. വേർപെട്ട് വരാനായിട്ട് വിശ്വാസ സ്നാനം സ്വീകരിച്ച് മുന്നോട്ട് വരാനുള്ള മടിയാണ് പലർക്കും ഉണ്ടായത്. എന്നാൽ ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചുപേർ ഈ വചനം പഠിക്കാൻ ഒരു താല്പര്യം കാണിച്ചു. ആ സമയത്ത് അവളൊരു വീടിൻ്റെ അപ്സ്റ്റെയർ വാടകയ്ക്കെടുത്തിട്ട് അവിടെ ഒരു ചെറിയ ബൈബിൾ സ്റ്റഡി പോലെ തുടങ്ങി, എല്ലാ ഞായറാഴ്ചയും ആഫ്റ്റർനൂണിൽ. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ഉടമയായിട്ട് കുറേ പേരുണ്ട്, അവരുടെ ഉടമയുണ്ട്. അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തന്നെ അവരുടെ റൂം വാടകയ്ക്കൊക്കെ തന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ കൊണ്ട് അവരൊക്കെ വരുമായിരുന്നു. അവരൊക്കെ വന്ന് അങ്ങനെ ഒരു 10-15 പേര് വരെ വരുമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു 2 പേര് വേർപെട്ട് വരാനായിട്ട് തീരുമാനിച്ചു. വിശ്വാസ സ്നാനം സ്വീകരിച്ച് മുന്നോട്ട് വരാനായിട്ട് തീരുമാനിച്ചു. അവരെ ഞാൻ എൻ്റെ മാതൃസഭയായ ഇവിടെ കലിശ്ശേരിക്കടുത്തുള്ള ഉമിയാറ്റുകര സഭ അവിടെ കൊണ്ടുവന്ന് അവരെ 2 പേരെയും സ്നാനപ്പെടുത്തി. പക്ഷെ അവരെ ഇവിടെ വരെ ആരാധനയ്ക്ക് കൊണ്ടുവരിക എന്നുള്ളത് എളുപ്പമല്ല. കാരണം അത്രയ്ക്ക് ദൂരമുണ്ട്, പല ബസ്സുകളും ഒക്കെ വേണം, ഒരാൾ ബോട്ട് കയറി വരുന്ന ആളും കൂടെയാണ്. അതുകൊണ്ട് ആ മുറി തന്നെ ചെറിയ നിലയിൽ കൂടിവരവ് അങ്ങ് ആരംഭിച്ചു. കർത്തൃമേശയോട് കൂടെ അവിടെ ഒരു കൂടിവരവ് ആരംഭിച്ചു. ആ സമയത്ത് ഇവിടെ നിന്നുള്ള സഭകളിൽ നിന്നൊക്കെ ഉള്ള ഈ 2 പേരുടെ വന്ന് ആദ്യത്തെ സൺഡേയിൽ അവരോടൊക്കെ വന്ന് സഹകരിച്ചു. പിന്നെ പിറ്റേ ആഴ്ച മുതൽ അവിടെ നിന്നുള്ള 2 പേരുണ്ട്, ഞാൻ വൈഫുണ്ട്, എൻ്റെ കൂടെയുള്ള കൂട്ടു സഹോദരനുണ്ട്. പിന്നെ അവിടെ ഒരു സഹോദരി, നമ്മളിങ്ങനെ വീടുകൾ കയറി ഇറങ്ങുമ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ഒരു സഹോദരി, ബ്രദറൻ സഭയിൽപ്പെട്ട ഒരു സഹോദരി അവിടെ ഉണ്ട്. ഒരു കുഞ്ഞു മോളുമുണ്ട്. ഹസ്ബൻഡ് നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുക. അപ്പോൾ പുള്ളിക്കാരി വേറെ സഭയിലൊക്കെ പോകാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരി വീട്ടിൽ എങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ വീടുകൾ സന്ദർശിച്ച് പോയപ്പോൾ സൗകര്യം കണ്ടു, ആ സഹോദരി വരാൻ തുടങ്ങി. അങ്ങനെ ആ ചെറിയ കൂടിവരവായിട്ട് അതവിടെ അങ്ങ് ആരംഭിച്ചു. കർത്തൃമേശയോടുകൂടെ തന്നെ ഒരു സഭാ കൂടിവരവ്. അത് 96 സെപ്റ്റംബർ 29-ാം തീയതിയാണ്. 96 സെപ്റ്റംബർ 22-നാണ് 2 പേര് സ്നാനപ്പെടുന്നത്. അന്ന് അവരിവിടെ തന്നെ കർത്താവിനെ ആരാധിച്ചു, സ്നാനപ്പെട്ട് ഇവിടെ ആരാധിച്ചു. നെക്സ്റ്റ് സൺഡേയിൽ 29-ാം തീയതി അവിടെ ആ കൂടിവരവ് ആരംഭിച്ചു. കൃപയാൽ അത് അവിടുത്തെ പ്രവർത്തനം ഞാൻ മുഴുസമയവും അവിടെ തന്നെ ഞാനും കൂട്ടു സഹോദരനും ഒക്കെ ഉണ്ട്. പലരും സഹകരിക്കാനൊക്കെ പലരും സഹകരിക്കും. മറ്റേ അടുത്ത സഭകളിൽ നിന്നൊക്കെ വന്ന് പലരുടെ സഹകരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ കൂടെ വന്ന് സഹകരിച്ച് പ്രവർത്തിച്ച് പുതിയ ആത്മാക്കൾ വരാൻ തുടങ്ങി, പുതിയ വിശ്വാസികൾ വരാൻ തുടങ്ങി. അങ്ങനെ ആ സഭ ഡെവലപ്പ് ചെയ്ത് വന്നു. ഏകദേശം 98 ആയപ്പോഴേക്കിന് നമ്മൾ ആ മുറി പോരാതെ വന്നു.
അപ്പോൾ വാടകയ്ക്കെടുത്ത മുറിയാണ്. പോരാതെ വന്നപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമുക്കൊരു സ്ഥലം വാങ്ങണമെന്ന് ആഗ്രഹിച്ചു, പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഇങ്ങനെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഒരു 13.5 സെൻറ്റ് വാങ്ങിക്കാനിടയായി തീർന്നു. അതിലൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ വഴികളുണ്ട്. വഴികളുണ്ട്. അത് വാങ്ങാനായിട്ട് ദൈവം കൃപ ചെയ്തു, വാങ്ങിച്ചു. അവിടെ ഒരു ചെറിയ ഹോള് പണിതു. ഒരു 100-150 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന നമ്മുടെ സാധാരണ ബ്രദറൻ സഭാകളൊക്കെ വേണ്ട ഒരു അതേ സൈസിലുള്ളൊരു സഭാകളാണ്. അവിടെ ഇപ്പോൾ നമുക്ക് 31 കുടുംബങ്ങൾ കർത്താവിനെ ആരാധിക്കാനായിട്ട് അവിടെ ഉണ്ട്. അതായത് ഒരു വിശ്വാസികൾ, അതായത് ഒരു ബ്രദറൻ വിശ്വാസികൾ പോലും ഇല്ലാത്ത സ്ഥലത്ത് ഇത്രയും നാളത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് 31 കുടുംബങ്ങൾ ഇപ്പോൾ നമുക്ക് അവിടെ സഭയുടെ ഭാഗമായിട്ട് ആയിരിക്കുന്നു. ഇപ്പോഴും അവിടുത്തെ ശുശ്രൂഷകനായിട്ട് തുടരുകയല്ലേ? ഞാൻ അവിടെ തന്നെയാണ്. അവിടുത്തെ ശുശ്രൂഷകളും അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി. അവിടെ ഞങ്ങൾക്ക് സുവിശേഷനുണ്ട്. അവിടെ തന്നെ സൺഡേ സ്കൂൾ പഠിച്ച് വന്ന് മദ്രാസ് ബൈബിൾ കോളേജ് പോയി പഠിച്ച് വന്ന ഒരു സുവിശേഷൻ ദൈവദാസനുണ്ട്, അജോ തോമസ്. വളരെ ഡെഡിക്കേറ്റഡ് ആണ്. പുള്ളി വിവാഹിതനാണ്. അദ്ദേഹത്തിന് 2 കുഞ്ഞുങ്ങളുണ്ട്. ആ ഫാമിലി മുഴുവനുണ്ട്. പിന്നെ അധ്വാനിക്കുന്ന കുറച്ച് എൽഡേഴ്സ് ഉണ്ട് അവിടെ. അധ്വാനിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ മനസ്സുള്ള കുറേ എൽഡേഴ്സൊക്കെ അവിടെ സജീവമായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ സാർ ഈ ചർച്ച് പ്ലാന്റിങ്, അതായത് ചർച്ച് മിനിസ്ട്രി ചെയ്യുമ്പോൾ തന്നെ മറ്റ് രീതിയിലുള്ള, അതായത് പുറം രാജ്യങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോ ഒക്കെ ഉള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിലായിരുന്നു? ഈ സുവിശേഷ വേലയിൽ വേർപെട്ടതിന് ശേഷം പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ മീറ്റിങ്ങുകൾക്ക് വിളിക്കും. അപ്പോൾ അവിടെ പോയി ശുശ്രൂഷിക്കുക. അത് കേരളത്തിനകത്തുണ്ട്, കേരളത്തിന് പുറത്തുണ്ട്, ഗൾഫ് രാജ്യങ്ങളുണ്ട്. US ഞാൻ ആദ്യം പോകുന്നത് അവിടെ നിന്ന് ഇൻവിറ്റേഷൻ വന്നിട്ട് അവിടെ ശുശ്രൂഷകൾക്കായിട്ടാണ് പോകുന്നത്. പിന്നീട് എൻ്റെ മക്കളൊക്കെ അവിടെ വിവാഹിതരായിട്ട് പോകുന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ അമേരിക്കയിലും കാനഡയിലും പിന്നീട് മറ്റ് സ്റ്റേറ്റുകളിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ ശുശ്രൂഷകൾക്കായിട്ട് വിളിക്കുകയും പോവുകയും ശുശ്രൂഷിക്കുകയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സാറ് എത്ര പാട്ടുകൾ എഴുതിയിട്ടുണ്ട്? സാറിൻ്റെ പാട്ടുകളൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പാടുന്നുണ്ട്. വളരെ പ്രശസ്തമായ പല ഗാനങ്ങളുണ്ട്. ഏതൊക്കെ പാട്ടുകളാണ് സാർ എഴുതിയിട്ടുള്ളത്? എടുത്തു പറയാവുന്ന പാട്ടുകൾ പറയാം. ഞാൻ ഒരു 200-300 പാട്ടുകൾ എഴുതിയിട്ടുണ്ടാവാം. അത് അങ്ങനെ 300ഓളം പാട്ടുകൾ എഴുതിയിട്ടുണ്ടാവാം. അതായത് ഞാനിത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു രീതി എനിക്ക് ഇല്ല. എഴുതിയ പാട്ടുകൾ അതുകൊണ്ട് എണ്ണ ഒന്നും പറയാൻ നിവർത്തിയില്ല. എന്നാൽ ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യമായി തീർന്ന ഒരു 50ഓളം പാട്ടുകളുണ്ട്. ചിലപ്പോൾ എല്ലാവരുടെ ഇടയിലും ആയിരിക്കില്ല, പക്ഷെ ഒരു 50ഓളം പാട്ടുകളുണ്ട്. അതിൽ വളരെ നമുക്കിപ്പോൾ കൂടുതൽ പോപ്പുലറായിട്ടുള്ള എൻ്റെ യേശു വാക്കുമാറാത്തവൻ, അന്യോന്യം സ്നേഹിക്കുവിൻ, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവിൻ, കരുണാരസരാശയ കർത്താവെ കരളലിയണം പ്രഭു, അനുദിനം എന്നെ പുലർത്തുന്ന ദൈവം, ആശ്രിത വത്സല കർത്താവെ അനുഗ്രഹം ചൊരിയണമേ, കണ്ണുനീരിൽ കൈവിടാത്ത കർത്താവുണ്ട്, പിന്നെ മനമേ തളരാതെ, ഇങ്ങനെ പാട്ടുകൾ ഉണ്ട്. ചിലപ്പോൾ എല്ലാത്തിൻ്റെ പേര് പറഞ്ഞ പാട്ടുണ്ടല്ലോ, എൻ്റെ യേശു വാക്കുമാറാത്തവൻ. ആ പാട്ട് എഴുതാനുള്ള ഒരു പശ്ചാത്തലം എന്താണ്? ആ പാട്ട് എഴുതാനുള്ള പശ്ചാത്തലം പറയാം. 1990 ആ കാലഘട്ടത്തിൽ, 90-92 ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ വായിച്ച ഒരു മാഗസിന്, അതിനകത്ത് ഞാൻ വായിച്ചത് ഈ ഒലിവുമലയുടെ മുകളിൽ ഇസ്രായേൽ ഒരു ഹോട്ടൽ പണിയാനായിട്ട് ആഗ്രഹിച്ചു. ഒരു ചിന്ത അവർക്കുണ്ടായി. ആ ഹോട്ടലിന് ഒരു പേരൊക്കെ തീരുമാനിച്ചു. കിങ് ഡേവിഡ് എന്നുള്ള പേരാണ്. അപ്പോൾ നമുക്കറിയാം ഇസ്രായേൽ ഭയങ്കര ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ജനങ്ങളിങ്ങനെ ഒഴുകുന്ന ഒരു സ്ഥലമാണല്ലോ. ചിലപ്പോൾ പ്രശ്നങ്ങളുള്ളപ്പോൾ അധികം പേര് കാണത്തില്ല സാധാരണ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ഹോട്ടൽ പണിതാൽ തീർച്ചയായിട്ടും അത് ടൂറിസ്റ്റ് കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് ഹോട്ടലിൽ ഭയങ്കര ബുക്കിങ്ങും സൗകര്യങ്ങളും കിട്ടും, വലിയൊരു ഇൻകം അവർക്ക് കിട്ടുമെന്നുള്ള ധാരണയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മണ്ണ് പരിശോധന നടക്കുമല്ലോ. അവിടെ ഇത് പണിയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് ജിയോളജിസ്റ്റിനെ കൊണ്ടുവന്നിട്ട് അത് സംബന്ധമായ അറിവുള്ളവരെ കൊണ്ടുവന്ന് പരിശോധിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് യാതൊരു കാരണവശാലും ഇവിടെ പണിയരുത്. ഈ ഒലിമലയുടെ മുകളിലൊന്നും ഒരു പ്രശ്നവും നമ്മളിപ്പോൾ കാണുന്നില്ല, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരു വിള്ളൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പണിയരുതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് സക്കറിയ പ്രവചനം 12-ാം അധ്യായം 4-ാം വാക്യം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അന്നാളിൽ അവൻ്റെ കാല് ഒലിവുമലയിൽ നിൽക്കും, അപ്പോൾ ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായിട്ട് 2ആയിട്ട് വിഭജിച്ചു പോകും. ആ ചിന്ത
എൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ ആ വായന ഇപ്പോൾ ഇങ്ങനെ മനസ്സിലൊരു ഒരു വലിയ സന്തോഷവും ഉത്സാഹമൊക്കെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ എൻ്റെ മനസ്സിൽ രൂപപ്പെടുകയാണ്. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, കർത്താവിനെ സ്വീകരിപ്പാൻ ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു. എൻ്റെ പിന്നിലൊരു ചോദ്യമുണ്ട്, അതവിടെ എഴുതിയിട്ടില്ല, നീ ഒരുങ്ങിയോ എന്നൊരു ചോദ്യം അതിനകത്തുണ്ട്. പക്ഷേ അല്ലേ, ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, പ്രാണപ്രിയൻ പാദമേൽക്കുവാൻ കണ്ണുനീര് തോരും, നാളെടുത്ത് സ്തോത്രം, എൻ്റെ യേശു വാക്ക് മാറാത്തവൻ എന്ന ആ വരികളാണ് ഞാൻ ആദ്യം എഴുതുന്നത്. പിന്നീട് അതിൻ്റെ ക്രമേണ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോയപ്പോൾ കർത്താവ് ബാക്കി വരികളൊക്കെ തന്ന് അത് എൻ്റെ യേശു വാക്ക് മാറാത്തവനൊരു തുടക്കം ഒക്കെ അതിനെ ഒരു പല്ലവിയൊക്കെ ആക്കി അതൊരു പാട്ടിൻ്റെ രൂപത്തിലേക്ക് വന്നു. അത് വളരെ അധികം പോപ്പുലർ ആയിട്ടുള്ളൊരു പാട്ടാണ്. അത് ദൈവജനം നല്ലതായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. സമൂഹത്തിൻ്റെയൊക്കെ കൺവെൻഷൻ സ്റ്റേജുകളിലൊക്കെ വളരെ ശക്തമായിട്ട് പാടുന്ന പാട്ടാണ് എൻ്റെ യേശു വാക്ക് മാറാത്തവൻ, എൻ്റെ യേശു. അതൊത്തിരി സന്തോഷം. കർത്താവ് ആ പാട്ടിനെ ആ നിലയിൽ ജനകീയമാക്കിയത് കൊണ്ട് അങ്ങനെ ആ പാട്ട് പാടി ഒരുപാട് പേര് ആത്മാവിലാകുകയും പ്രാർത്ഥിക്കുകയും ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്ന സംഭവം. പിന്നീട് ഉള്ള പാട്ടുകളൊക്കെ എഴുതാനുള്ള ഒരു സാഹചര്യം. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പാട്ട് സാറ് പറഞ്ഞിരുന്നു, അന്യോന്യം സ്നേഹിക്കുവിൻ. അത് വളരെ ധാരാളം പേര് പാടുന്ന ഒരു പാട്ടാണ്. കരുണാരസരാശി ഒരു സെമി ക്ലാസിക്കൽ സോങ്ങാണ്. കരുണാരസരാശി എനിക്ക് പാടാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ആ പാട്ട് വന്ദനം വന്ദനം ശ്രീയേശുനാഥന് വന്ദനം ചെയ്തിടുന്നു. ഇങ്ങനെ പിന്നെ കണ്ണുനീരിൽ കൈവിടാത്ത കർത്താവുണ്ട്, കണ്ണുനീരിൽ കൈവിടാത്ത കർത്താവുണ്ട്. അതെ, ആ പാട്ട് എഴുതാനുള്ള ഒരു പശ്ചാത്തലം എന്താ? അത് ചില പാട്ടുകളുടെ ഒന്നും പശ്ചാത്തലം നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ഇതിപ്പോൾ നമ്മളൊക്കെ ഉണ്ടായ ഒരു സങ്കടമാണല്ലോ. അത് കണ്ണുനീരിൽ കൈവിടാത്ത കർത്താവുണ്ടെന്ന് ഞാൻ ധൈര്യപ്പെടുക, ആശ്വസിക്കുകയാണ്. അപ്പോൾ അതിനൊരു കാരണം കാണും, ഒരു കാരണക്കാരൻ കാണും. അത് പറയുമ്പോൾ അത് അവരെ വേദനിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് പോവുകയില്ല. അങ്ങനത്തെ ഒന്ന് രണ്ട് പാട്ടുണ്ട്. മനമേ തളരാതെ എന്നൊരു പാട്ടുണ്ട്, അതുപോലെ ഈ പാട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും പശ്ചാത്തലം ഞാൻ പറയത്തില്ല. പറയാത്തതിൻ്റെ കാരണം ഇതാണ്, നമ്മൾ മുഖാന്തരം ആർക്കും ഒരു കുഞ്ഞു വേദന പോലും ഉണ്ടാകരുതെന്നൊരു നിഷ്കർഷയുള്ള ആളാണ്. എന്നാലും ചിലപ്പോൾ അറിയാതെ പറയുന്ന വല്ലതും പറ്റുമായിരിക്കും. പക്ഷേ എനിക്കൊരു നല്ല തീരുമാനം അങ്ങനെയുണ്ട്. നമ്മുടെ ഒരു വാക്കുപോലും ആരെയും വേദനിപ്പിക്കാനായിട്ട് പാടില്ല. അവരെത്ര നമ്മളെ വേദനിപ്പിച്ചവരും ആയിക്കോട്ടെ, എന്നാലും അങ്ങനെ പാടില്ല എന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ആ നിലയിലുള്ള പശ്ചാത്തലത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഏതാണ്ട് ഒരു 50-ലധികം പാട്ടുകൾ ജനകീയമായ പാട്ടുകളുണ്ട്. പിന്നീട് ഏതൊക്കെ പാട്ടുകളാണെന്ന് പറയാൻ സാധിക്കുമോ? പിന്നീട് അൻപിൻ ദൈവം എന്നെ നടത്തുന്ന വഴികൾ അത്ഭുതമേ, എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. പിന്നെ ഒരുപാട് പാട്ടുകളൊന്നും ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മയിലോട്ട് വരത്തില്ല. ധാരാളം പാട്ടുകളുണ്ട്. മാരാമൺ കൺവെൻഷനിൽ തന്നെ ഒരു 30-35 പാട്ടുകൾ മാരാമൺ കൺവെൻഷനിൽ തന്നെ പോപ്പുലറായി അല്ല അവർ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് 94 വരെ, 94 കഴിഞ്ഞ് ഞാൻ കൊടുത്തിട്ടില്ല. അത് ഇത് ഈ ജന്മസിദ്ധമായിട്ട് അല്ലെങ്കിൽ മാതാപിതാക്കളായിട്ട് പാട്ട് എഴുതുകയും പാടുകയൊക്കെ ചെയ്യുന്നവരായിരുന്നോ? എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ആരും ഇല്ല. അല്ല സാർ ഇപ്പൊ ഇങ്ങനെ ഒരു പാട്ട് എഴുതണം എന്ന് ചിന്തിച്ചിരിക്കുകയോ ഒന്നും അല്ലല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് പാട്ട് നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. അങ്ങനെ അതായത് ഞാൻ 9ാമത്തെ വയസ്സിലാണ് രക്ഷിക്കപ്പെടുന്നത്. അന്ന് മുതലേ എന്തുകൊണ്ടോ ഇങ്ങനെ പാട്ടുകൾ അന്ന് മുതലേ എഴുതും. ആ പാട്ടൊന്നും സൂക്ഷിച്ചു വെച്ചിട്ടില്ല, പക്ഷെ അന്ന് മുതൽ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് മുതലേ ഇങ്ങനെ പാട്ടുകൾ എഴുതുന്ന ഒരു രീതിയുണ്ട്. അതിനൊരു ഇൻബിൽറ്റായിട്ട് ദൈവം തന്ന ഒരു കൃപയാണത്, ദൈവത്തിൻ്റെ ഒരു കരുണ. ഒരു പാട്ട് പോലും കുത്തിയിരുന്ന് എഴുതിയിട്ടില്ല. അത് ഇങ്ങനെ പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഇരിക്കുമ്പോൾ കർത്താവ് തരുന്നത്. ഞാൻ ഒരു പശ്ചാത്തലം ഇപ്പോൾ ഒരു പാട്ട് കർത്താവ് തന്നിട്ടുണ്ട്. ആ പാട്ട് ഞാൻ ഈ അടുത്ത സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്തായിരുന്നു. അപ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കാൻ സമയമുണ്ട്. ഒരു ദിവസം ഞാൻ ദൈവസേനയിൽ ഇങ്ങനെ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ച് കഴിഞ്ഞുകൊണ്ട് ദൈവം എനിക്കൊരു പാട്ടിൻ്റെ വരികൾ തരിക. ഇങ്ങനെ എഴുതാൻ പറഞ്ഞു, ഞാനാണ് ആ ദ്രോഹി, ദൈവസ്നേഹം മറന്നൊരു പാവി, നന്ദിയില്ലാത്തവൻ, നന്മയില്ലാത്തവൻ, നരകത്തിന് അർഹനാം പാവി. ആ പല്ലവി ഇങ്ങനെ തന്നേക്കുന്നത് ഞാൻ എഴുതി വെച്ചിരിക്കുക ആ പാട്ട്. അപ്പോൾ അതിൻ്റെ പിന്നീട് ചില വരികൾ തരും. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ഒരാളായിരുന്നെന്ന് ദൈവം എന്നെ ബോധ്യപ്പെടുത്തുക. ഇത്രയും അഴുക്കനായിരുന്നു ഞാൻ എന്ന്. എന്നിട്ട് അടുത്ത വരികളിൽ വരുമ്പോൾ ഉണ്ട്, ദൂരെ ഞാൻ കണ്ടു കാൽവരി കുന്നിൽ ക്രൂശിതനാം എന്നെ യേശുവിനെ, തന്നിൽ വിശ്വസിച്ച് അനുഗ്രഹ പാത്രമായി ഞാൻ എന്ന്. അപ്പം ആ തരുന്നത് ഞാൻ അതുപോലെ അങ്ങ് എഴുതും. അപ്പോൾ ആ പാട്ടിനകത്ത് അത് സാധാരണഗതിയിൽ അത് വായിക്കുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമം പോലെ തോന്നുമെന്ന് എനിക്കറിയാം. പാടാനായിട്ട് ബുദ്ധിമുട്ടും വരാം. ഞാനാണ് ദ്രോഹി എന്ന് സമ്മതിക്കുക. അപ്പോൾ അങ്ങനെ ദൈവാത്മാവ് തരുന്നു, അപ്പോൾ അത് എഴുതിയിടുന്നു.
ഞാൻ ഒരു പാട്ടിൻ്റെ അനുഭവം കൂടെ പറയാം. അൻപിൻ ദൈവം എന്നെ നടത്തുന്ന വഴികൾ അത്ഭുതമേ, അവൻ കൃപകൾ എന്നിൽ ചൊരിയുന്നതോ അനൽപ്പമേ. നമ്മുടെ മധ്യ നല്ല പെന്തക്കോസ്തവരങ്ങളൊക്കെ പാടുന്ന ഒരു പാട്ടാണ്. ഞാൻ യൂട്യൂബിൽ പലരും പാടി കണ്ടിട്ടുണ്ട്. ഞാൻ മസ്കറ്റിൽ ജോലി ചെയ്യുന്ന കാലത്താണ്. ജോലി ചെയ്യുന്ന കാലത്ത് ഒരു ദിവസം ഓഫീസിൽ വരുമ്പോൾ കുറേ പ്രശ്നങ്ങൾ ഓഫീസ് സംബന്ധമായിട്ട് എപ്പോഴും കാണുമല്ലോ. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് വണ്ടിയായിട്ടൊക്കെ ഇറങ്ങി ഓരോരോ ഓഫീസുകൾ, അപ്പം മിലിറ്ററിയുടെ ഓഫീസുകളിലൊക്കെ ഞങ്ങൾക്ക് അവരോട്ടൊക്കെ ഡീലിംഗ്സ് ഉണ്ട്. അവിടെ ഇരിക്കുന്ന ഇംഗ്ലീഷുകാരാണ് അതിൻ്റെ മിലിറ്ററി ഓഫീസേഴ്സൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് ഓരോരുത്തരെ ചെന്ന് കണ്ടു, സംസാരിച്ച ഒരു 10-12 വിഷയങ്ങൾ എനിക്കുള്ളതായിട്ട് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഓർമ്മ. എല്ലാം അങ്ങ് പരിഹരിച്ചു. അവിടെ ചെന്ന് അവരോട് സംസാരിച്ചു, അതെല്ലാം സോൾവ് ചെയ്തെല്ലാം. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് തരിക, എൻ്റെ ദൈവം എന്നെ നടത്തുന്ന വഴികൾ അത്ഭുതമേ, അവൻ കൃപകൾ എന്നിൽ ചൊരിയുന്ന അനൽപ്പ്. അപ്പോൾ തന്നെ പോക്കറ്റിൽ നിന്ന് വിസിറ്റിംഗ് കാർഡ് എടുത്ത് ഞാൻ എൻ്റെ മറുപുറത്ത് എഴുതി വെച്ചു. അല്ലെങ്കിൽ ഇവർക്ക് ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് അതിൻ്റെ ബാക്കി വരികൾ കർത്താവ് തന്നത്. അങ്ങനെയാണ് പാട്ടുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഒരു വാക്കൂടെ പറയുന്നത് നല്ലതായിരിക്കും. പാട്ട് എഴുതുന്ന ഒരുപാട് പേരുള്ളത് കൊണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് ദൈവവചനം രേഖപ്പെടുത്തിയത്. അതുപോലായിരിക്കണം ആത്മീയ ഗാനങ്ങൾ. ദൈവാത്മാവ് തരണം രേഖപ്പെടുത്തിയാൽ പാട്ട് പാടാൻ മാത്രമല്ല, പാട്ട് വായിക്കാനും ധ്യാനിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ളതാണ് പാട്ടുകൾ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പാടാൻ മാത്രമല്ല, ധ്യാനിക്കാനും സംസാരിക്കാനും മറ്റൊരാളോട് സംസാരിക്കാനും ഒക്കെ പാട്ടുകൾ ഉപയോഗപ്പെടും എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പാട്ട് എഴുത്ത് അത് ഒരു ദൈവം തന്നെ ഒരു കൃപാവരമാണ്. തീർച്ചയായിട്ടും കൃപാവരങ്ങളുടെ പട്ടികയിലുള്ളതല്ലത്. എന്നാൽ അതൊരു ദൈവകൃപ തന്നെയാണ്. തീർച്ചയായിട്ടും അതൊരു ദൈവകൃപയാണ്. അല്ല, ഈ പാട്ടുകൾ പലപ്പോഴും നമ്മളിങ്ങനെ പാടുമ്പോഴേ അത് വലിയ ആശ്വാസത്തിന് കാരണമായി തീരും. തീർച്ചയായിട്ടും ഞാൻ അതിനൊക്കെ ഒത്തിരി അനുഭവമുണ്ട്. ഞാൻ ഈ പിന്നെ കണ്ണുനീരിൽ കൈവിടാത്ത കർത്താവ് എന്നുള്ള പാട്ട് ഒരുപാട് പേര് ആ കാലത്ത്, അത് എഴുതിയ കാലത്ത് എന്നെ വിളിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ തൃശ്ശൂർ നിന്നൊരു യുവ സഹോദരൻ എന്നെ വിളിച്ചു. വിവാഹത്തിന് ഒരു മക്കളൊക്കെ ഉണ്ട്. മക്കളുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങളോട് നിൽക്കുന്ന സമയത്താണ് എന്നെ വിളിച്ചിട്ട് പുള്ളി 10 മിനിറ്റ് സമയം ഏങ്ങലടിച്ച് കരയുമായിരുന്നു, എന്നോട് സംസാരിക്കാൻ കഴിയാതെ. അതിനുശേഷമാണ് ഈ പാട്ടാണ് കർത്താവിൻ്റെ ദാസനെ എന്നെ ആശ്വസിപ്പിച്ചത് എന്ന് പറയാനിടയായി തീർന്നു. അപ്പോൾ അതുപോലെ പാട്ടുകൾ ആശ്വാസവും ധൈര്യവുമായിട്ട് തീരുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഏതൊക്കെ രീതിയിലാണ് സാറിൻ്റെ പ്രവർത്തനങ്ങൾ പോകുന്നത്? ഇപ്പം ബൈബിൾ ടീച്ചിങ് ഉണ്ട്, യൂട്യൂബിലൊക്കെ വീഡിയോകൾ ചെയ്യുന്നുണ്ട്, പുതിയ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്? ഞാൻ എല്ലാ ചൊവ്വാഴ്ചയുമായിട്ട് എനിക്കൊരു സൂം മീറ്റിംഗ് ഉണ്ട്. അന്ന് ഒരു 18 വർഷത്തിന് മുമ്പ് തുടങ്ങിയ ഒരു മീറ്റിംഗാണ്. അന്നത് ഒരു വീട്ടിലായിരുന്നു, തിരുവല്ലയിൽ ഡോക്ടർ ബെഞ്ചമിൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ആ ക്ലാസ്. അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം തുടങ്ങി. അദ്ദേഹം പിൽക്കാലത്ത് ഒരു ആക്സിഡൻറ്റ് മരിച്ചുപോയി. അത് ഏതാണ്ട് 2020 വരെയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആ ക്ലാസ്, അദ്ദേഹം മരിച്ച ശേഷവും ക്ലാസ് തുടർന്നുകൊണ്ടിരുന്നു. വൈഫ് ഉണ്ടായിരുന്നു, ആ ക്ലാസ് തുടർന്നുണ്ട്. അപ്പോൾ ചുറ്റുപാടുന്നുള്ളവരൊക്കെ വരും, ഒരു 10-20 പേര് അത്രയേ ഉള്ളൂ. ഇപ്പോൾ 2020 കൊറോണ വന്നപ്പോൾ തുടരാൻ വയ്യാതെ വന്നപ്പോൾ അത് സൂമിലേക്കായി. അപ്പോൾ സൂമിൽ വന്നപ്പോൾ ധാരാളം പേര് അതിൽ സംബന്ധിക്കാനായിട്ട് ഇടയാകുന്നുണ്ട്, സൂം മീറ്റിംഗ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആൾക്കാർ കാരണം ഒരു 30 ഫാമിലി മിനിമം സാധാരണ അത് പതിവായിട്ട് സംബന്ധിക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്തിട്ട് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് കുറേ അടുത്ത സമയത്തൊക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട്, എനിക്കറിയത്തില്ല ചെയ്യാൻ. എൻ്റെ മകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. മകൾ ഇപ്പോൾ ബിസിയാണ് ജോലി സംബന്ധമായിട്ട്, അതുകൊണ്ട് ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഇടാൻ അങ്ങനെ പറ്റുന്നില്ല. അത് ഒരു ശുശ്രൂഷ അതാണ്. പിന്നെ സഭയുടെ ശുശ്രൂഷ. അത് കൂടാതെ പൗർവിഷനിൽ നിന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. വിളിക്കുമ്പോൾ ഞാൻ പോയി അവിടെ ബൈബിൾ സ്റ്റഡി എടുക്കാറുണ്ട്. അത് വെളിപ്പാട് പുസ്തകം എടുത്തു, ഗിരിപ്രഭാഷണം എടുത്തു, യാക്കോബിൻ്റെ ലേഖനം എടുത്തു, സമാഗമന കൂടാരം എടുത്തു. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് മശിഹയുടെ മടങ്ങി വരവും അനന്തര സംഭവങ്ങളും എന്ന ഒരു ബൈബിൾ സ്റ്റഡി എടുത്തു. അങ്ങനെ ധാരാളം ആ ശുശ്രൂഷയെ ഒരുപാട് പ്രയോജനപ്പെടുന്നുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് പേര് വിളിച്ച് സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറിനെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള സുവിശേഷകർ ആരൊക്കെയാണ്? ഇപ്പം നമ്മളിങ്ങനെ നമ്മുടെ ചെറുപ്പകാലത്തെ സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടപ്പോൾ പല ആളുകൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ന ആളുടെ ജീവിതം അനുകരിച്ചാൽ കൊള്ളാം, അല്ലെ അവര് പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിച്ചാൽ കൊള്ളാം, പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിച്ചാൽ കൊള്ളാം എന്നൊക്കെ നമുക്ക് തോന്നുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതോടൊപ്പം നമ്മൾ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ആളുകളുമുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് പറയാം? എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള 2 പേര്,
ഒന്ന് എം.ഇ. ചെറിയാൻ സാറും മറ്റൊന്ന് ടി.കെ. സാമുവൽ സാറുമാണ്. ഇവർ രണ്ടുപേരാണ് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത്. അവരുമായിട്ടാണ് എനിക്ക് കൂടുതൽ, അതായത് എൻ്റെ ചെറിയ പ്രായത്തിൽ 18, 19, 20 വയസ്സ് പ്രായത്തിൽ ബാലസംഘം എന്ന് പറയുന്നൊരു പ്രവർത്തനം ബ്രദറൻ സഭയുടെ സഭയോട് ബന്ധപ്പെട്ടുണ്ട്. അത് എം.ഇ. ചെറിയാൻ സാർ ആരംഭിച്ചതാണ്. അതിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭാഗത്ത് ഈ ടി.കെ. സാമുവൽ സാർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനം ഇവിടെ ഈ ഭാഗത്ത് കലിശ്ശേരി ഭാഗത്ത് സജീവമാക്കാൻ ദൈവം എന്നെയാണ് ഉപയോഗിച്ചത്. ഇവിടെ ഒരു സെൻറ്റർ രൂപീകരിച്ച് ഞാനതിൻ്റെ സെക്രട്ടറി ആയിട്ടും അലക്സാണ്ടർ കുര്യൻ, ഞങ്ങളുടെ ജോൺ കുര്യൻ എന്ന് പറയുന്ന ബ്രദറൻ സഭയിലെ അനുഗ്രഹീതനായ ദൈവദാസൻ്റെ ജ്യേഷ്ഠനാണ് ഈ അലക്സാണ്ടർ കുര്യൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ US-ലാണ്. പക്ഷേ അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനും വേദപണ്ഡിതനും ഒക്കെയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം പ്രസിഡന്റും ഞാൻ സെക്രട്ടറിയുമായിട്ട് ഒരുപാട് നാൾ ഈ ബാലസംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സെൻറ്റർ തുടങ്ങിയത് തന്നെയാണ്. അപ്പോൾ അതിനെല്ലാം ഇവരുടെ സഹായത്തോടു കൂടെയാണ്. ചെറിയാൻ സാറിൻ്റെയും ടി.കെ. സാമുവൽ സാറുമായിട്ട് അഭിപ്രായം ചോദിച്ചും അവരോട് അടുത്തിടപെട്ടു. അവരുടെ സപ്പോർട്ടിലും അവരുടെ സ്നേഹത്തിലും ഈ കാര്യങ്ങൾക്കെല്ലാം അവർ മധുരയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ എം.എ. ചെറിയാൻ സാർ ഇവിടെ ഞാൻ വിളിച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിളിക്കുമ്പോൾ ഓടി വരികയും ചെയ്യും. അവരാണ് എന്നെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. ഞാൻ ഏറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന രണ്ടുപേരാണ് അവർ. അല്ല, അവരിൽ കണ്ട ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അത് സാറത് അനുകരിച്ച ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അതെന്തായിരുന്നു? എം.ഇ. ചെറിയാൻ സാറിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും വലുത് അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റിയാണ്. അത് ഞാൻ ഇപ്പോൾ പാട്ടെഴുതുന്ന ആളായതുകൊണ്ട് ഈ കവിതകളും എഴുതാനായിട്ട് പറ്റും. ചിലപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആ ചെറിയാൻ സാറിനെ പറ്റി എഴുതിയ 2 വരി ഞാൻ പറയാം. ബാലസംഘങ്ങളിൽ ബാലനായി എത്തിടും ചേലുള്ള പുഞ്ചിരി പൂവുമായി. അപ്പോൾ ബാലസംഘങ്ങളിലൊക്കെ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് അന്ന് 70 വയസ്സിനൊക്കെ മേളുണ്ടെങ്കിലും ഒരു തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് ഒരു ബാലനെ പോലെ കുട്ടികളുടെ ഇടയിൽ ഓടി നടന്ന് അതെന്നെ വല്ലാണ്ട് ആകർഷിച്ചിട്ടുണ്ട്. ടി.കെ. സാമുവൽ സാറിൽ ആഗ്രഹിച്ച അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരുപാട് സമയം പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരുപാട് വിഷയങ്ങൾ. അങ്ങനെ ഞങ്ങൾ രണ്ടും തന്നിരുന്ന് ധാരാളം സമയം പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയ ഒരു ഭയങ്കര തേജസ്സാണ്. അത് മാത്രമല്ല, അത് ഞാൻ ആക്ഷൻ പോലും കാണിക്കാതെ ഞാൻ പറയേണ്ടവനോടെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നൊരു എൻ്റെ മുഖത്തോട്ട് നോക്കിക്കൊണ്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ പറയേണ്ടവനോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എനിക്കത് ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ദൈവദാസന്മാർ നമ്മുടെ ഹൃദയത്തെ വല്ലാണ്ട് ആകർഷിക്കും. അതൊക്കെ എന്നെ ഇവർ രണ്ടുപേരും ഗാനരചയിതാക്കളുമായിരുന്നു. ഇവർ രണ്ടുപേരും അത് അവരാണ് മധുരഗായകൻ എന്നൊക്കെയല്ലേ അറിയപ്പെടുന്നത്. അതെ ചെറിയാൻ സാറിനെ അവർ രണ്ടുപേരുടെ ഇദ്ദേഹത്തിൻ്റെ പാട്ടുകളും വളരെ ഹൃദ്യമാണ്. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, മറ്റൊരു പാട്ടാണല്ലോ ലോകം മുഴുവൻ പാടുന്നത്, എന്നും നല്ലവൻ യേശു എന്നും നല്ല, ടി.കെ. സാമുവൽ സാറിൻ്റെ പാട്ടാണ്. മറ്റേ ചെറിയാൻ സാറിൻ്റെ പാട്ട് അനുഗ്രഹത്തിന് അധിപതി തുടങ്ങി. അത് നിരവധി പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ അവർ രണ്ടുപേരും ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ളത്. പിന്നെ ബഹുമാനം തോന്നിയിട്ടുള്ള മറ്റൊരു ദൈവസ്ഥനെ അടുത്ത സമയത്ത് കർത്തൃസ്ഥനെ ചേർക്കപ്പെട്ടു. അദ്ദേഹം ഒരു പാട്ടുകാരനാണ്, ജോർജ് പീറ്റർ. വിശ്വാസ ജീവിത പടകിൽ എന്നുള്ള പാട്ടൊക്കെ എഴുതിയ ആ ദേവദാസ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കുകയും അദ്ദേഹത്തിന് ഒരു ചെറിയ ബൈബിൾ സ്കൂളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എന്നെ വിളിച്ച് പഠിപ്പിക്കാനായിട്ട് പറയുകയൊക്കെ ചെയ്ത് ഞാൻ ധാരാളം അവിടെ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. അദ്ദേഹം എന്നെ വളരെ സ്വാധീനിച്ച ഒരാളാണ്. അപ്പം ഇവരിലൊക്കെ കണ്ടതായിട്ടുള്ള ഒരു ക്വാളിറ്റി ആണല്ലോ ഞാൻ പറഞ്ഞു വന്നത്. ഇദ്ദേഹത്തിന് ജോർജ് പീറ്റർ സഹോദരനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർക്കാനുള്ളത്, അദ്ദേഹം ഒരു നിഷ്കളങ്ക ഭക്തനും യാതൊരു വിധമായ ഹൃദയത്തിൽ നിർമ്മല ഹൃദയം എന്ന് പറയാൻ കാപട്യമില്ലാത്ത ഒരാളാണ്. എല്ലാവരും സ്നേഹിക്കുകയും ആർക്കും ഒരു ദോഷം ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദൈവദാസനായിരുന്നു ഈ ജോർജ് പീറ്റർ. അതാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള പ്രത്യേകമായൊരു പ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിരവധി ആളുകൾ സാറിനെ ഇനിയും ഉണ്ട്. നമുക്ക് എല്ലാ പേരുകളും പറയാൻ പറ്റില്ലല്ലോ. അതെ, വളരെ പ്രധാനപ്പെട്ട 3 പേരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സാറിന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ദൈവം എന്നെ സഹായിച്ചു, എന്നെ ഒരു അത്ഭുതകരമായി വഴി നടത്തി എന്ന് പറയത്തക്ക ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളൊന്ന് പറയാമോ? അതിൽ ദൈവത്തിന്റെ കര ഇറങ്ങി വന്ന് എന്നെ പിടിച്ചു, എഴുന്നേൽപ്പിച്ചു, ദൈവം ആ സമയത്ത് എന്നെ സംരക്ഷിച്ചില്ലെങ്കിൽ ഞാൻ അവിടെ കാണുകയില്ലായിരുന്നു, അങ്ങനെയുള്ളൊരു സന്ദർഭങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ഏതൊക്കെ മേഖലകളിലാണ്? ഒന്ന് രോഗവുമായി ബന്ധപ്പെട്ട ഒന്ന്, ഞാൻ ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന ഒരു രോഗം, രണ്ടാമത് ഈ വീണ്ടും കെടുക്കുക എന്നൊക്കെ പറയുന്നൊരു പ്രയോഗം ഉണ്ടല്ലോ, രണ്ടാമത് വരിക. അങ്ങനെ രണ്ടാമത് വന്ന് മഞ്ഞപ്പിത്തം വളരെ കൂടി, ഡോക്ടർമാരുടെ മുഖം മാറി, അവരുടെ ഒരു തരത്തിൽ മരിച്ചു പോകുന്ന തന്നെ
ചിന്തിച്ചു. ഞാനും അങ്ങനെ ചിന്തിച്ചു. ഞാൻ അങ്ങനെ കുറേ ദിവസങ്ങൾ എൻ്റെ കിടക്കയിൽ ഇന്നായിരിക്കും മരിക്കുന്നത് എന്ന് ആ സമയത്ത് ഞാൻ എഴുതിയൊരു പാട്ടുണ്ട്. അതിനകത്ത് ഈ വരികളുണ്ട്: ലോകമേ വിട, രോഗദേഹമേ വിട, മൃത്യുവേ വിട, നിത്യശത്രുവേ വിട എന്ന വരികൾ ചേർത്ത് തന്നെ ആ സമയത്തൊരു പാട്ട് വരെ എഴുതി. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, സ്വർഗത്തിലെ ദൈവം ആ രോഗത്തിൽ നിന്ന് ഈ അത്ഭുത വിടുതൽ, അത്ഭുതകരമായ രോഗസൗഖ്യം തരുന്ന ദൈവമാണെന്ന് എൻ്റെ ജീവിതത്തിൽ ആവർത്തിച്ച് ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു സന്ദർഭം അതിന് പണ്ട് ഞാൻ ഓടി നടന്നതിനെക്കാട്ടിൽ ഏറെ ഓടി നടക്കാൻ കർത്താവ് ഇപ്പോൾ കൃപ തരുന്നുണ്ട്. അത്ഭുതമായിട്ട് കയ്യെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന പോലെ എന്നെ എഴുന്നേൽപ്പിച്ചു. മരിച്ചു പോകേണ്ട സാഹചര്യമായിരുന്നു. മരിച്ചു പോകേണ്ട സാഹചര്യമാണ്. മരിച്ചു പോകുന്ന ഡോക്ടേഴ്സിന് തോന്നി എന്നെ ആ നിലയിൽ ഒരുപാട് കാണാൻ തന്നെ വന്നു. ആ നിലയിൽ ഇനിയും കാണാൻ കഴിയില്ലല്ലോ എന്ന് ചിന്തിച്ച് എന്നെ കാണാൻ വന്ന ധാരാളം പേരുണ്ട്. അതിൽ നിന്ന് ദൈവം വിടുവിച്ചു. അങ്ങനെ രോഗസൗഖ്യം തന്ന അതൊരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. ഈ ഇടത്തുവായി ചെന്ന് ഈ പ്രവർത്തനം തുടങ്ങുമ്പോൾ അവിടെ സഭയുണ്ടാകുമെന്നോ അവിടെ ഈ കാര്യങ്ങളെല്ലാം നടക്കുമെന്നോ ഒന്നും അങ്ങനത്തെ ചിന്തയൊന്നുമില്ല, പ്രതീക്ഷയുമില്ല, എനിക്കറിയത്തുമില്ല. പക്ഷെ അവിടെ അത്ഭുതകരമായിട്ടൊരു പൊൻനിലവിളക്ക് കർത്താവ് തന്നു. സാധാരണക്കാരായ ആൾക്കാർ, കൂടുതലും സാധാരണക്കാരും കൂലിവേല ചെയ്യുന്നവരും ദിവസക്കൂലിക്ക് ജോലി അങ്ങനെയുള്ളവരാണ് കൂടുതലും അവിടെയുള്ളത്. അത് വളരെ ഒരു സ്വർഗീയ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്ന കൂടിവരവാണ് ഞങ്ങൾക്ക് അവിടെ ഉള്ളത്. അത് നമ്മൾ പറയുമല്ലോ, സഭയെന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ മിനിയേച്ചറാണ്. അത് അങ്ങനെ തന്നെ എൻജോയ് ചെയ്യാൻ കഴിയുന്ന ഒരു കൂടിവരവാണ് ഞങ്ങൾക്ക് അവിടെ ഉള്ളത്. ഓക്കെ, സാറിൻ്റെ സുവിശേഷ പ്രവർത്തന രംഗങ്ങളിൽ ആൻറ്റിയുടെ ഒരു സപ്പോർട്ട് എത്രമാത്രം ഉണ്ടായിരുന്നു? എത്രമാത്രം സുവിശേഷ വേലയിൽ ആൻറ്റിയുടെ ഒരു പിന്തുണ സാറിന്? ഏതൊരു കുടുംബത്തിൻ്റെയും വിജയത്തിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്ന കൂട്ടത്തിലുള്ള പങ്കാളിയുടെ ഒരു സഹകരണവും അവരുടെ ഒരു പ്രോത്സാഹനവും പ്രചോദനമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ സുവിശേഷ വേലയിൽ ആൻറ്റി എത്രത്തോളം ഒരു സപ്പോർട്ടറായിട്ട് സാറിൻ്റെ കൂടെ നിന്നു? കർത്താവിൻ്റെ ദാസനോട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങുന്നതാണ് നല്ലത്. അതായത് ഞാൻ ഇങ്ങനെ ഒരു വിഷയം പ്രാർത്ഥിക്കുന്നു. അത് മസ്കറ്റിൽ ജോലിയിലിരിക്കുമ്പോൾ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നു എന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ വരുന്നു. കൺഫർമേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴോ, അത് കഴിഞ്ഞ് കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നു എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴോ 100% സന്തോഷത്തോടെ അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കുക. ഒരു ഇത്ര ശമ്പളമുള്ള സമയത്ത് അതിന് ഒരു തടസ്സമോ നമ്മൾ എന്ത് ചെയ്യുമെന്നോ ഒന്നും ചിന്തിക്കാതെ ആ തീരുമാനമെടുത്തു. കഴിഞ്ഞ ഈ ഞങ്ങളുടെ 47ാമത്തെ ഞങ്ങളുടെ മാരേജ് എൻ്റെ വാർഷികം ഈ സെപ്റ്റംബർ 28-ാം തീയതി ആയിരുന്നു. സെപ്റ്റംബർ 28-ാം തീയതി അന്ന് ഞങ്ങൾ ഇളയ മോടെ കൂടാണ്. മൂത്ത 2 കുഞ്ഞുങ്ങളും ഞങ്ങൾക്ക് ഓരോ വീഡിയോ അയച്ചു. അതിന് മൂത്ത മോള്, രണ്ടുപേരും കരഞ്ഞുകൊണ്ട് തന്നെയാണ്. മൂത്ത മോള് പറഞ്ഞ്, കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് എൻ്റെ ഡാഡി വേർതിരിയുമ്പോൾ എനിക്ക് 12 വയസ്സേ ഉള്ളൂ. എങ്ങനെ മുന്നോട്ട് ജീവിക്കും, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പഠിക്കും, എങ്ങനെ പഠിപ്പിക്കാൻ കഴിയുമെന്നൊക്കെ ഭാരപ്പെട്ടു. പക്ഷേ അത്ഭുതമായിട്ട് പഠിക്കാനും പഠിപ്പിക്കാനും ഇന്ന് നല്ല ജോലിയിലെത്താനും നല്ല വിവാഹം ലഭിക്കാനും എല്ലാം സ്വർഗത്തിലെ ദൈവം അവർക്ക് ഇടയാക്കി. എന്നിട്ട് കരഞ്ഞുകൊണ്ട് എനിക്ക് അയച്ചു. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് മാതാവ് തന്നെയാണ്. ആ വേലയിൽ കുഞ്ഞുങ്ങളുടെ മുൻപിൽ അത്രയും സപ്പോർട്ടീവായിട്ട് നിന്നതുകൊണ്ട് എൻ്റെ കൂടെ എവിടെ പോകണേലും എൻ്റെ കൂടെ ഉണ്ട്. ഏത് ശുശ്രൂഷയ്ക്ക് വരാവുന്നിടത്തല്ല. ഇപ്പോൾ ചിലപ്പോൾ ആദ്യമൊക്കെ അമേരിക്കയിൽ പോകുമ്പോൾ തന്നെയാണ് പോകുന്നത്, ഫാമിലിയായിട്ട് കൊണ്ടുവന്ന് നിർത്തില്ല. പക്ഷെ അല്ലാത്ത ഞങ്ങളിവിടെ ഇപ്പോൾ എവിടെ പ്രവർത്തനങ്ങൾക്ക് പോകുന്നത് ഞങ്ങളിപ്പോൾ ഒരുമിച്ചാണ് പോകുന്നത്. അങ്ങനെ 100%. പിന്നെ ദൈവദാസന്മാരൊക്കെ വീട്ടിൽ വരുമ്പോൾ നമ്മളൊരു വീട്ടുകാരിയുടെ സഹകരണം ഇല്ലെങ്കിൽ അത് മുന്നോട്ട് പോകത്തില്ല. അത് എന്നെക്കാൾ ഉത്സാഹവും സന്തോഷത്തോടെയും കൂടിയ ആ കാര്യങ്ങളല്ല. അതായത് ഒരു സുവിശേഷകനോ അല്ലെങ്കിൽ വിശ്വാസികളൊക്കെ വരുമ്പോൾ സ്നേഹത്തോടെ സ്വീകരിക്കുകയും അങ്ങനെയൊക്കെ, അതായത് ബലഹീനരായിട്ടുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവരെ ഹെൽപ്പ് ചെയ്യുകയും, സഭയിലൊക്കെ സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് കൊടുക്കുകയൊക്കെ ചെയ്യാനായിട്ട് എല്ലാത്തിനും പുള്ളിക്കാരി മുൻപിൽ. പാസ്റ്റർക്ക് മാത്രമല്ല ഭാര്യയ്ക്കും കൂടെ ഒരു മനസ്സുണ്ടാവണം. തീർച്ചയായിട്ടും വേണം. അത് മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. അതെ, അത് അങ്ങനെ തന്നെ പോകുന്നുണ്ട്. ഒരു സാഹചര്യത്തിൽ ആന്റിയുടെ ഒരു സേവനങ്ങൾ അത് 100% സപ്പോർട്ടാണ്. മക്കളുടെ ഒരു സപ്പോർട്ട് എന്തായിരുന്നു സുവിശേഷ? മക്കള് അന്നും ഇന്നും, അന്നിപ്പോൾ അവർ കുഞ്ഞുങ്ങളാണ്, ഇപ്പൊ വേല ചെയ്യുന്ന, ഇപ്പൊ അവർ ജോലി ചെയ്യുന്നുണ്ട്, അവരെല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു മുട്ടും വരാതെ അവർ നോക്കുന്നു എന്ന് മാത്രമല്ല, സുവിശേഷത്തിന് വേണ്ടി കൊടുക്കാൻ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചർച്ചിനുള്ള ബന്ധത്തിലോ എൻ്റെ ചുറ്റുപാടുള്ളവരോ ഒക്കെ അവർക്കറിയാം എൻ്റെ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ കർത്താവിൻ്റെ അതിനോട് പറയുകയാണ്. ഞങ്ങളിപ്പോൾ ഷോപ്പിങ്ങിന് പോയാൽ
20-25% മാത്രമേ ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കത്തുള്ളൂ. 75% മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കും വാങ്ങുന്നത്. ഞങ്ങൾ അന്നും ഇന്നും എന്നും അങ്ങനെയാണ്. ഇപ്പം ഇന്നലെ ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് 2000 റുപ്പീസിൻ്റെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 280 രൂപയുടെ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ച 250 രൂപയേ ഉള്ളൂ. ബാക്കി അതെന്നും അങ്ങനെയാണ്. അത് എത്രയോ വർഷമായിട്ട് അത് ഇതിപ്പം അനേകർക്ക് പ്രയോജനമായി തീരട്ടെന്ന് വിചാരിച്ച് ഞാനങ്ങ് സന്ദർഭോചിതമായി പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അങ്ങനെ ആയിരിക്കണം. അങ്ങനെ ആയിരിക്കും. അതായത് പൊതുവെ സുവിശേഷന്മാരെ കുറിച്ചൊരു പരാതിയുണ്ട്, മേടിക്കുക മാത്രമേ ഉള്ളൂ, കൊടുക്കുന്ന പരിപാടി ഇല്ല എന്നുള്ളൊരു അങ്ങനെ പരാതിയുണ്ട് വരാൻ. കർത്താവിന്റെ ഞാൻ ഇവിടെ 2 മുറിയിലൊരു വീട് നമ്മൾ കയറി ചെന്നല്ലോ, അതാ ശരിക്കും ഞാൻ പണിത വീട്. മറ്റേ പഴയ വീട് എൻ്റെ പിതാവ് പണിതാ. അത് പിന്നെ ഇപ്പൊ റിന്യൂറ്റ് ചെയ്തു. ഈ വീട് പണിയാനായിട്ട് ഞാൻ ആഗ്രഹിച്ചപ്പോൾ ജോലിയിലിരിക്കുമ്പോഴാണ് പണിയാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, നീ വേറൊരാൾക്കൊരു വീട് വെച്ച് കൊടുത്തിട്ടേ നീ വീട് പണിയാവുന്നു. ഞാൻ 3 മുറിയിലൊരു ചെറിയ വീട് ഒരു കുടുംബത്തിന്, ഞങ്ങളെപ്പോലെ പെൺകുഞ്ഞുങ്ങളുള്ള ഒരു വീട് ഒരു കുടുംബത്തിന് ഇവിടെ അല്ല, കുറേ ദൂരെയാണ്. കാരണം ദൂരെ കൊടുക്കാനൊക്കെ കാരണമുണ്ട്. കാരണം നാളെ അവർക്ക് തോന്നരുത് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയോ അയാൾ ഇത് പണിത്, എൻ്റെ മക്കൾക്ക് തോന്നാൻ പാടില്ല. അത് നമ്മൾ കാണാത്ത ഒരു സ്ഥലത്ത് ഒരു വീട് വെച്ച് കൊടുത്ത ശേഷമാണ് ഞാനിവിടെ 2 മുറിയിലൊരു വീട് പണിതത്. അതുപോലത്തെ നിരവധി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എൻ്റെ ഒരു കാര്യം കൂടെ പറയാം, നല്ലതായിരിക്കും എന്നിരിക്കുക. ഞാൻ സഭാ ഹോള് പണിത് കഴിഞ്ഞപ്പോൾ അതിന് അന്ന് 5.25 ലക്ഷം രൂപയേ ഉള്ളൂ അന്ന് 2000 അത് പണിത് തീരുന്നത്. അപ്പോൾ ഈ 4.5 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്. 1.25 ലക്ഷം രൂപ കുറവുണ്ട്. ഈ കോൺട്രാക്ടറോട് ഞാൻ പറഞ്ഞതാണ് 1.25 ലക്ഷം രൂപയ്ക്ക് എനിക്ക് ഇളവ് തരണം, പണിത് കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്ക് തരാൻ പറ്റത്തുള്ളൂ, തന്നോളാം ഞാൻ. പക്ഷേ ഇല്ല, അദ്ദേഹം പണി തീർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കേസ് കൊടുക്കും, അല്ലെങ്കിൽ എനിക്കിപ്പോൾ പൈസ വേണം. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോള് +2 കഴിഞ്ഞ് നിൽക്കുക, അവളെ ഒന്ന് നേഴ്സിങ്ങിന് വിട്ടാൽ കൊള്ളാമെന്നൊരാഗ്രഹം എനിക്കുണ്ടായി. ഒരാഗ്രഹമുണ്ട്. അപ്പോൾ അവിടെ ഒരു കൂട്ടുകാരി നേഴ്സിങ്ങിന് പോയി പൂനായിൽ. അപ്പോൾ അവർക്ക് ഒരാഗ്രഹം എന്നാൽ പോവാം എന്ന് ചിന്തിച്ചു. അപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, മോളെ എൻ്റെ ചിലപ്പോൾ 1.25 ലക്ഷം രൂപ ഉണ്ട്. മോളോട് ഞാൻ പറഞ്ഞു, മോളെ ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അവർക്ക് ഡാഡി അത് കൊടുത്തിട്ട് പിന്നെ സഭയുടെ കാര്യങ്ങൾ നോക്കിയാട്ട് ഞാൻ തിരുവല്ല മർത്തോമൻ കോളേജിൽ പോയി ഫീസില്ലാത്ത BSc പഠിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പൈസ കൊടുത്തു, അദ്ദേഹത്തിൻ്റെ സെറ്റ് ചെയ്തു. ആ മോള് ഇവിടെ തിരുവല്ല മർത്തോമൻ കോളേജിൽ മൈക്രോബയോളജി പഠിച്ചു. അപ്പോൾ മൂത്ത ആൾ ഫിസിയോതെറാപ്പി ബാംഗ്ലൂരിൽ പഠിക്കുക. അപ്പോൾ 2 പേർക്കും കൂടെ ഫീസ് കൊടുക്കാൻ എനിക്ക് വേറെ നിവർത്തിയില്ല. ഇവള് അത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ബയോടെക്നോളജി പഠിച്ചു. ഇപ്പോൾ ന്യൂയോർക്കിൽ ഒരു കമ്പനിയുടെ ഡയറക്ടറാണ് പുള്ളിക്കാരി. ദൈവത്തിന്റെ ഒരു ദൈവം അല്ല, ഇത് അനേകർക്ക് അനുഗ്രഹം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൂടെ ഞാൻ പറയുന്നത്. വലിയ സംഭവമാണ്. കാരണം ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വലുതാണ്. ഇന്ന് അപ്പോൾ നേഴ്സിംഗിന് വിട്ടില്ലെന്ന് വിചാരിച്ച് എന്തെങ്കിലും കുഴപ്പം വന്നു? ഒരു കുഴപ്പമില്ല. 38 രൂപ ഫീസേ ഉള്ളായിരുന്നു. ഇവിടെ പോയി പഠിച്ചു. ഈ തിരുവല്ല മർത്തോമൻ കോളേജിൽ മൈക്രോബയോളജി പഠിച്ചു. അത് കഴിഞ്ഞ് കോയമ്പത്തൂർ വിട്ട് ബയോടെക്നോളജി പഠിപ്പിച്ചു. പിന്നെ ഇപ്പോൾ ന്യൂയോർക്കിൽ ഒരു കമ്പനിയുടെ ഡയറക്ടറായിട്ട് ഒരു വിങ്ങിൻ്റെ മുഴുവൻ ഇൻചാർജ് അവൾക്ക്. അപ്പോൾ അങ്ങനെ ദൈവം കർത്താവിന് വേണ്ടി നമ്മളെ തന്നെ അങ്ങ് കൊടുക്കുമല്ലേ. അപ്പൊ പിന്നെ നമ്മുടെ പണമെന്നോ നമ്മുടെ വസ്തുവെന്നോ നമ്മുടെ വീടെന്നോ വല്ലതും ഉണ്ടോ? അപ്പൊ അതായത് സാറിന്റെ 3 മക്കളും മൂന്നുപേരല്ലേ? അതെ, 3 മക്കളും സുവിശേഷ ബലയിൽ വളരെ ഡെഡിക്കേറ്റഡും സജീവമായിട്ട് അവിടെ അവർ പങ്കെടുക്കുന്നത് മാത്രമല്ല, ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് കേട്ടാൽ മതി. ഈ കേട്ടാൽ ഉടൻ തന്നെ അവരതിനുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കും. അതൊക്കെ ഒരു വലിയ സന്തോഷം. അവർ 3 പേരും ഒരുപോലെ കാര്യങ്ങൾക്ക് എന്ത് വേണോ അതിന് വേണ്ടിയിട്ട് ഒന്നിനും കുറവില്ലാതെ ചെയ്തിരിക്കും. സാറേ, ഒരു സുവിശേഷകൻ തൻ്റെ സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള ഒരു മനോഭാവത്തിനുടമയായിരിക്കണം? അതായത് ഒരു നല്ല സുവിശേഷകനായിരിക്കേണ്ട ക്വാളിറ്റി അല്ലെങ്കിൽ യോഗ്യതകൾ എന്തൊക്കെയാണ്? സാറിൻ്റെ ഇത്രയും നാളത്തെ എത്ര വർഷമായി സുവിശേഷ വേല ചെയ്യുന്നു? ഇപ്പൊ 94 മുതലാണല്ലോ. ഇപ്പൊ 30 വർഷമായി. 31 വർഷമായി. 31 വർഷത്തെ സുവിശേഷ വേലയിൽ ഒരു നല്ല സുവിശേഷകൻ എങ്ങനെ ആയിരിക്കണം എന്നാണ് സാറിൻ്റെ ഒരു പഠനത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും മനസ്സിലായിട്ടുള്ളത്? ഒരു നല്ല സുവിശേഷകൻ ഒന്നാമത്തെ കാര്യം ഏറ്റവും അധികം താഴ്മയുള്ളവനായിരിക്കണം. മറ്റുള്ളവരെ മുഴുവൻ തന്നേക്കാൾ ശ്രേഷ്ഠനായിട്ട് എണ്ണാൻ കഴിയണം. അത് തന്നെക്കാട്ടി പ്രായം കുറഞ്ഞവരെ കൂടെ. അതാണ് എൻ്റെ കൺസെപ്റ്റ്. ഞാൻ ഈ ചോദ്യം മറ്റു പലരോട് ചോദിച്ചപ്പോഴേ അവർ പറഞ്ഞൊരു കാര്യം,
വിശ്വസ്തരായിരിക്കണമെന്ന്. പക്ഷെ സാർ അത് വളരെ കൃത്യമായിട്ടൊരു ആശയം പറഞ്ഞു. അതൊരു കറക്റ്റായിട്ടൊരു ആൻസറാണ്. താഴ്മയുള്ളവനാണ്. താഴ്മയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളെക്കാട്ടി പ്രായം കുറഞ്ഞവരെ പോലും നമുക്ക് ബഹുമാനിക്കാനായിട്ട് കഴിയണം. അവരെ നമ്മൾ ശ്രേഷ്ഠരായിട്ട് എണ്ണണം. ഈ വിശ്വസ്തതയെല്ലാം അതിനകത്തുണ്ട്. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട എന്ന് ഞാൻ ചിന്തിച്ച. കാരണം അതില്ലെങ്കിൽ പിന്നെ വിശ്വസ്തനല്ലെങ്കിൽ സുവിശേഷം മാത്രമല്ല, വിശ്വസ്തനല്ലെങ്കിൽ പിന്നെ അവൻ വിശ്വാസി എന്ന് പറയാൻ പറ്റില്ലല്ലോ. വിശ്വസ്തതയും വിശ്വാസിയും തമ്മിൽ ഇങ്ങനെ ഇഴപിരിയാത്ത ബന്ധമാണ്, എന്ന് വെച്ചാൽ വേർപെടുത്താനാവാത്ത ബന്ധമാണ്. അതുകൊണ്ട് അത് ഞാൻ എടുത്തു പറഞ്ഞില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് മനസ്സലിവ്. താഴ്മ മാത്രമല്ല, ആരോടും ഒരു മനസ്സലിവ് നമുക്കുണ്ടായിരിക്കണം. മറ്റൊന്ന്, ഒരാൾ പോലും നമ്മുടെ ഒരു വാക്കുകൊണ്ട് കണ്ണ് നനയാനോ ഹൃദയം വേദനിക്കാനോ ഇടയാവരുത്. ഈ നിർബന്ധം ഉണ്ടായിരിക്കണം. ഇതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ 3 കാര്യങ്ങളാണ് സാറ് പ്രധാനമായിട്ട് പറഞ്ഞു. ഒന്ന് താഴ്മയുള്ളവനായിരിക്കണം, മറ്റൊന്ന് മനസ്സലിവുള്ളവനായിരിക്കണം. മനസ്സലിവ് എന്ന് വെച്ചാൽ വാക്കിലല്ല, പ്രവൃത്തിയിൽ മനസ്സലിവ്. ഷോ പിറ്റി വിത്ത് ആൻ ആക്ഷൻ എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. നമ്മൾ ആ പിറ്റി ഒരു പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കണം. അല്ലാതെ പിന്നീട് പറഞ്ഞ നമ്മുടെ ഒരു പ്രവർത്തനം കൊണ്ട് ഒരു മനുഷ്യന്റെ നമ്മുടെ പ്രവർത്തനമോ ഒരു വാക്കോ ഒരാടെയും കണ്ണ് നനയാനോ ഹൃദയം വേദനിക്കാനോ ഇടയാവരുത്. ഇതാണ് പ്രത്യേകിച്ച് ഒരു ദൈവദാസൻ, എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിരിക്കേണ്ടത്, പക്ഷെ ഒരു സുവിശേഷകൻ, ഒരു ദൈവദാസൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി അല്ലെങ്കിൽ സ്വഭാവം അങ്ങനെയാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ഈ 31 വർഷത്തെ അനുഭവം കൊണ്ട് ദൈവത്തെക്കുറിച്ച്, കർത്താവിനെ കുറിച്ച് അപ്പം എന്താണ് സാറ് ഇപ്പോൾ ഇത്രയും നാളത്തെ ഒരു അനുഭവം വെച്ച് നമ്മൾ പറയും ദൈവം നല്ലവനാണ്, വിശ്വസ്തനാണ്, എന്താണ് സാറിന് അതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്? ദൈവമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറൊന്നും വേണ്ട. എൻ്റെ ഒരു പാട്ടിനകത്ത് അത് ഈ ആശയങ്ങളെല്ലാം ഇത് വരുമല്ലോ. അഖില ചരാചര രചയിതാവാം അഖില ജഗത്തിനും ഉടയവൻ താൻ, അവനെൻ്റെ താതനായി തീർന്നതിനാൽ അവനിൽ ഞാൻ എത്രയോ സമ്പന്നനാ. അപ്പോൾ ഈ ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവും ഉടയവനുമായ എൻ്റെ അപ്പനായിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ എന്ത് ചിന്തിക്കാനാ? ആ കർത്താവ്, ആ ദൈവം നമുക്കുണ്ട്, കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ മറ്റൊന്നും ഒരു പ്രശ്നമല്ല. അതായത് നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ നമുക്കൊരു ഗാർഡിയൻ ഉണ്ട്, ഒരു രക്ഷകർത്താവ് ഉണ്ട് എന്നുള്ളൊരു ചിന്ത. അത് സർവാശ്വാസവും നൽകുന്നവനാണ്, സർവവും പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നവനാണ്. അപ്പൊ ഇതൊക്കെ ഉള്ള പിന്നെ നമുക്ക് മറ്റൊന്നും ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, ഒരിക്കലും സാഹചര്യം. അതെ, നമ്മൾ മനുഷ്യരെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്, ഒറ്റപ്പെടുത്തുന്നതും ഉണ്ട്, ഒറ്റിക്കൊടുക്കുന്നതും ഉണ്ട്. പക്ഷെ നമ്മൾ അത് ഫീൽ ചെയ്യത്തില്ല. കാരണം ശക്തനായ ഒരാൾ അങ്ങ് കൂടെ നിൽക്കുക. അതുകൊണ്ട് അതൊരു പ്രശ്നമേ അല്ല. ഓക്കെ, ഇനി എന്താണ് സാറിൻ്റെ പദ്ധതികളൊക്കെ എന്താണ്? ഇനിയുള്ള കാലഘട്ടങ്ങളിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ. ഞാൻ ചില ആളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അദ്ദേഹം ഒരു ബൈബിൾ സ്റ്റഡി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആരംഭിക്കാൻ പോവുകയാണ്. പലർക്കും പലതായിട്ടുള്ള ആശയങ്ങളുണ്ട്. അപ്പം എന്താണ് ഇനി ഒരു പദ്ധതി? അതോടൊപ്പം തന്നെ നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തണം. അതിൻ്റെ ഒരു ആവശ്യകതയും എന്താണ്? ഈ 2 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തേത്, എനിക്കിപ്പോൾ 74 വയസ്സായി. ഇനിയും ഓടി നടന്ന് പ്രവർത്തിക്കാനുള്ള ആരോഗ്യം കുറവുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഒരുപാട് യാത്ര ചെയ്യാൻ പ്രയാസമുണ്ട്, കാലിന് വേദനയുണ്ട്, ഒത്തിരി നടക്കാൻ. പണ്ടൊക്കെ ഒരുപാട് നടന്നാണല്ലോ നമ്മൾ ഈ വീടുകളൊക്കെ. ഇപ്പം അതിനുള്ള പ്രയാസമുണ്ട്. അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതായിട്ടുണ്ട്, വലുതായിട്ടൊന്നുമില്ല. ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇനി ഓടി നടന്നൊരു പ്രവർത്തനം പറ്റുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആവോളം ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഓടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങോട്ടൊരു ഭാവിയിൽ അത് അങ്ങനെ ചെയ്യാം എന്നൊരു ചിന്തിച്ചിട്ട് കാര്യമില്ല. കർത്താവ് നടത്തുന്നതനുസരിച്ച് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇനിയും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ചില പുസ്തകങ്ങൾ എഴുതാനായിട്ട് ഉദ്ദേശിച്ചില്ല. എഴുതാൻ ചിലത് എഴുതി കഴിഞ്ഞിട്ടുണ്ട്, ഇനി അതിൻ്റെ പ്രിൻറ്റിങ്ങിലേക്ക് പോകണം. അതായത് ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. അതിൽ 2 പുസ്തകത്തിൻ്റെ മാറ്റർ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഒന്നിൻ്റെ ടൈപ്പ് സെറ്റിങ്ങും കഴിഞ്ഞു. സമാഗമന കൂടാരം 1ാം വാല്യം. അതുപോലെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഞാൻ ചെയ്തൊരു ബൈബിൾ സ്റ്റഡിയാണ് മശിഹയുടെ മടങ്ങി വരവും അനന്തര സംഭവങ്ങളും. അത് എഴുതി കഴിഞ്ഞു, ഇനി അത് DTPയിലേക്കൊക്കെ പോയാൽ മതി. അപ്പോൾ അങ്ങനെ അതോടുകൂടി ഇനിയുണ്ട് ആഗ്രഹമുണ്ട്. വെളിപ്പാട് പുസ്തകമൊക്കെ എഴുതി തരണമെന്ന് ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട്, പക്ഷേ അത് അറിയത്തില്ല. അങ്ങനെ ചില ആഗ്രഹങ്ങളാണ്. അത് ഒരു സൈഡ്. പിന്നെ കർത്താവിൻ്റെ ദിവസം മറ്റൊരു ചോദ്യം ചോദിച്ചത്
സുവിശേഷം അറിയിക്കേണ്ടത്. അല്ല, ഈ കാലഘട്ടങ്ങളിൽ യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യകത. ഇപ്പം നമ്മളോട് ഒരാൾ ചോദിക്കുക, നീ എന്തിനാണ് ഈ സുവിശേഷം പറയുന്നത്, ഇതിൻ്റെ ആവശ്യം എന്താണ് ഈ കാലഘട്ടത്തിൽ എന്ന് ചോദിക്കുമ്പോൾ അവരോട് കൃത്യമായ ഒരു മറുപടി നമുക്ക് പറയാനായിട്ട് എന്താണ്? ഒന്ന്, രക്ഷിക്കപ്പെട്ട ഒരാൾ, നമ്മളെ രക്ഷിക്കപ്പെട്ടവരാണല്ലോ, രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് ആ സന്തോഷവും ആ അനുഗ്രഹവും മറ്റുള്ളവരോട് പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. കാരണം നരകത്തിന് മാത്രം യോഗ്യരായിരുന്ന നമ്മൾ, അതുപോലെ തന്നെ ഈ ജീവിതത്തിൽ ഒരു ആശ്രയമില്ലാതെ, ഒരു ആശ്രയസ്ഥാനമില്ലാതെ നിരാശയിലും വിഷമത്തിലും കൂടെ സഞ്ചരിച്ചവരാണ് നമ്മളൊക്കെ. നമുക്ക് ഒരു ആശ്രയസ്ഥാനവും ഒരു സ്വസ്ഥതയും ഒരു സമാധാനവും ഒക്കെ ലഭിച്ചപ്പോൾ ദൈവസ്നേഹം എന്ന് പറയുന്നത് മറ്റുള്ളവർക്കും ലഭിക്കണം. അതുകൊണ്ട് നമ്മൾ പറഞ്ഞേ പറ്റൂ. പിന്നെ നമ്മളെ ഈ രക്ഷിച്ച കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുക, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി എൻ്റെ സാക്ഷികൾ ആകണം എന്നുള്ളത്. ഇനി അതിനോട് അനുബന്ധമായിട്ട് പറയാനുള്ളത്, സകല മനുഷ്യരും ഏതെങ്കിലും നിലയിൽ നിരാശരാണ്. ദൈവം ഇല്ലാത്തവർ, സത്യദൈവത്തെ യഥാർത്ഥമായി സ്വീകരിച്ച് ആശ്രയിച്ച് ആ സ്വസ്ഥത അനുഭവിക്കാത്ത മുഴുവൻ പേരും നിരാശയിലാണ്. ലോകത്തിൽ പലതും കാണും. ആ നിരാശ മാറി ജീവിതത്തിൽ ഒരു സ്വസ്ഥത, ഒരു ശാന്തത, ഒരു സമാധാനം ഉണ്ടാകണമെങ്കിൽ യേശുക്രിസ്തു എന്ന ഏക സത്യ ദൈവത്തെ അറിഞ്ഞേ പറ്റൂ, അംഗീകരിച്ചേ പറ്റൂ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞേ പറ്റൂ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടങ്ങളിൽ ഈ ന്യൂ ജനറേഷൻ ചർച്ചകളൊക്കെ വളരെ വളർന്നു വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഈ പുതിയ തലമുറയിൽ ഈ വേദവചനം വേണ്ട രീതിയിലുള്ള പഠനം ഇല്ല എന്നുള്ളതാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. അപ്പം ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ കൂട്ടായ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? വളരെ ശരിയായൊരു കാര്യമാണ്. മുൻകാലങ്ങളെപ്പോലെ, അതായത് മുൻകാലങ്ങളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ പണ്ടല്ല, ഒരു 50 വർഷങ്ങൾക്കൊക്കെ മുൻപ്, ഒരു 40-50 വർഷങ്ങൾക്കൊക്കെ മുൻപുണ്ടായിരുന്ന തരത്തിലുള്ള ഒരു ബൈബിൾ പഠനമോ പഠന രീതിയോ ഇന്നില്ല. ഇന്ന് ഉപരിപ്ലവമായിട്ടുള്ള, ഞാനത് അല്പം കൂടി ലളിതമാക്കി പറഞ്ഞാൽ നന്നായിരിക്കും. അതായത് ഒരിടത്ത് പഠിപ്പിക്കണമെങ്കിൽ നെറ്റിലോ കമൻട്രിയിലോ കിട്ടുന്നത് എടുത്തുകൊണ്ട് വന്ന് പഠിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിരിക്കുക. അതിനു പകരം അങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവവചനം വായിച്ചാൽ പഠിച്ചാൽ അത് മനസ്സിലാവും. നമ്മൾ ഓരോ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും പ്രത്യേകമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോട് സമയം ചെലവഴിച്ചിരുന്ന് ധ്യാനിച്ച് കർത്താവിൽ നിന്ന് പ്രാപിച്ച്, കാരണം കർത്താവിനെ അറിയത്തുള്ളൂ അന്ന് കേൾക്കാൻ വരുന്നവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത്. അത് കർത്താവ് തരികയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അനുഗ്രഹമായി തരുന്നത്. അപ്പോൾ ഇന്ന് ഈ കമൻട്രി കൊണ്ട് തൃപ്തരായിരിക്കുകയാണ്. പിന്നെ സഭയിൽ ഒരു ബൈബിൾ സ്റ്റഡിയോ അല്ലെങ്കിൽ ഇതുകൊണ്ട് അതുകൊണ്ട് ധാരാളം തൃപ്തരാണ്. പക്ഷെ അത് കേൾക്കുന്നതല്ലാണ്ട് വീട്ടിൽ കൊണ്ടുപോയി അത് അങ്ങനെ തന്നെയോ ഒന്ന് പരിശോധിക്കുക. അങ്ങനെയാണല്ലോ ബൈബിൾ പറയുന്നത്. ജാഗ്രതയോടെ കേൾക്കണം, പക്ഷെ അത് അങ്ങനെ തന്നെയോ ഒന്ന് പരിശോധിക്കുകയും അപ്പോഴാണ് പഠനം നടക്കുന്നത്. ഇത് കേട്ടു എല്ലാവരും നന്നായിരുന്നെന്ന് പറയും, പക്ഷെ പിറ്റേ ദിവസം ചോദിച്ചാൽ അറിയത്തില്ല. അപ്പോൾ ബൈബിൾ പഠനം, പ്രത്യേകിച്ച് സ്വയ പഠനം ഇന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാവണം. ഓക്കെ. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ സാറിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പൊതുജനം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യമുണ്ടോ? പൊതുവെ നമ്മളൊരു ഇൻ്റർവ്യൂവിനൊക്കെ തയ്യാറെടുക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ കൂടെ എനിക്ക് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സുവിശേഷ വേലയായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പ്രായോഗിക ജീവിതത്തിൽ ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇനി പറയാനായിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കർത്താവിൻ്റെ വരവ് വളരെ സമീപിച്ചിരിക്കുക. അതുകൊണ്ട് ഞാൻ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിനെ അറിയുക മാത്രമല്ല, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ രക്ഷിക്കാനായിട്ട് ക്രിസ്തു മരിച്ചെങ്കിൽ, മരിക്കാൻ പോലും തയ്യാറായെങ്കിൽ, മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ നമ്മൾ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായിക്കൊണ്ട് നമ്മളെ സമർപ്പിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത്. വിശ്വാസികൾ ഒന്നാം നൂറ്റാണ്ടിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ യഹൂദന്മാർ വിശ്വാസത്തിലേക്ക് വന്നാൽ മരണത്തിലേക്ക് അവർ കാലെടുത്ത് വെക്കുന്ന നിലയായിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നും അതുപോലൊരു കാലഘട്ടത്തിലാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് വേണ്ടി മരിച്ച കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറായി ജീവിക്കണം. അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിച്ച് സുവിശേഷം അറിയിക്കാനും പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറാകണം. ഇപ്പോൾ ഇത്രയും സമയം സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിക്കാം. സാർ പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഗോസ്പൽ TV-ക്ക് വേണ്ടി
ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, അനേക ദൈവദാസന്മാരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കാനും അത് അനേകരിലേക്ക് എത്തിക്കുവാനും അത് അനേകർക്ക് ഒരു പ്രചോദനവുമായി തീരുവാൻ ഇടയാകുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന പ്രിയ ദൈവദാസനായ സ്തോത്രം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. തൻ്റെ യാത്രകളിൽ, തൻ്റെ ശുശ്രൂഷകളിൽ ഒക്കെ ധാരാളം സഹായിക്കണം. താൻ ചെയ്യുന്ന എല്ലാവിധമായ പ്രവർത്തനങ്ങളും തൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്ഥാനത്തും ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ കർത്താവിനെ സ്നേഹിച്ച് സേവിച്ച് ജീവിപ്പാൻ ആവശ്യമായ കൃപ നൽകണം. ഞങ്ങൾക്ക് ഒരുമിച്ചിന്ന് ഈ സമയം ചെലവിടാൻ ഇടയായതുകൊണ്ട് സ്തോത്രം. ഇത് അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കണം എന്ന് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, കേൾക്കണമേ. ആമേൻ. സ്തോത്രം.